ഹല്ലേലൂയ. വീണ്ടും വരുന്നവനെ കർത്താവിനെ സ്തുതിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇത്തരത്തിൽ വചന ശുശ്രൂഷയ്ക്കായി കർത്താവിൻ്റെ ദാസനെ ഈ സമയം സ്വാഗതം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും കൈകാര്യം ചെയ്ത് സ്തുതിക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. കർത്താവിനാൽ അനുഗ്രഹീതരായ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മനോഹരമായ ഈ ഗ്രാമത്തിൽ ഈ ശബ്ദപരിധിയിൽ പല സ്ഥലങ്ങളിലായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സംസ്കാര സമ്പന്നരായ സുഹൃത്തുക്കളെ, ശ്രേഷ്ഠന്മാരായ അഭിഷിക്തരായ കർത്താവിൻ്റെ ദാസന്മാരെ, വിശേഷാൽ ഈ അനുഗ്രഹീതമായ ദൈവസഭയുടെ ചുമതല സ്വർഗത്താൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ വളരെ ബഹുമാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ രാജ് പാസ്റ്റർ, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠന്മാരും അഭിഷിക്തരും അപ്പസ്തോലന്മാരുമായ ദൈവദാസന്മാർ, വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘം, അത് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ വിക്ടർ ബ്രദർ, നിങ്ങൾക്കെല്ലാവർക്കും ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി ഈ മനോഹരമായ ശാന്തമായ ഗ്രാമത്തിൽ കടന്നു വരുവാൻ ചെറിയവനായ എനിക്ക് കർത്താവ് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. കഴിഞ്ഞതിൻ്റെ തലേ വർഷം ഞാനിവിടെ വന്ന ദൈവമക്കളുമായി 2 ദിവസം ചെലവഴിക്കുവാനിടയായി. ഇന്ന് വീണ്ടും വന്ന് അതെല്ലാം വളരെ ബെറ്ററായിട്ട് വളരെ മനോഹരമായ സംവിധാനങ്ങളാണ്. വിശേഷിച്ച് സ്റ്റേജിൽ കയറി വരാൻ രാജിപ്പാഷ് നല്ല ഭംഗിയായിട്ട് ക്രമീകരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഒരല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും അത് മാറ്റി. മാത്രമല്ല, മനോഹരമായ ഭാവമുള്ള വേഷത്തിലും പാട്ടിലും സുന്ദരമായ ഗാനം ആലപിക്കുന്ന ഗായക സംഘം. അവരൊന്ന് കൈയടിച്ചാട്ടെ. ഞാൻ ആ ഗാനം 1.5 മണിക്കൂർ ശ്രദ്ധിക്കുന്നുണ്ട് കർത്താവിൻ്റെ ദാസൻ്റെ വീട്ടിൽ നിന്ന്. വളരെ മനോഹരമായ ഗാനങ്ങൾ അത് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസന് എൻ്റെ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ചെറിയവനെ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് സ്തുതിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ഇന്നും നാളെ ഒരു വിഷയത്തെ ആസ്പദമാക്കി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. അടുത്ത വാക്യം, ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ആര്യനാട് നിവാസികളോടും ദൈവമക്കളോടും ലോകത്തോടും ഞങ്ങൾക്ക് വിളിച്ചു പറയുവാനുള്ള സത്യവും പ്രധാനവുമായിട്ടുള്ള മെസ്സേജ്, പ്രൈസ് ദി ലോർഡ്. അരിക്ക് വില കൂടുന്നുണ്ടോ? മറ്റുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. മനുഷ്യവർഗത്തിന്റെ ലോകത്തിലെ ചരിത്രത്തിന് നമുക്കറിയാം 6000 വർഷത്തെ ലഭ്യമായ തെളിവുകളുണ്ട്. അതിനു മുൻപുള്ള മനുഷ്യന്റെ സംസ്കൃതിയുടെ യാതൊരു തെളിവും ആരുടെയും കയ്യിലില്ല, നിഗമനങ്ങൾ മാത്രം. എന്നാൽ 6000 വർഷങ്ങൾക്ക് മുൻപുള്ള മനുഷ്യനെ കുറിച്ച് വ്യക്തമായ തെളിവുകളുണ്ട്. അതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന തിരുവചനം പറയുന്നു. ഇന്നേക്ക് 6000 വർഷങ്ങൾക്ക് മുൻപേ യുദ്ധത്താൽ തകർന്നു കിടക്കുന്ന ഇന്നത്തെ ഇറാഖിലെ മണ്ണിൽ അവിടല്ല, അതിൻ്റെ പടിഞ്ഞാറ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വെച്ച് ദൈവം നിലത്തെ പൊടി കൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ ഈ ഇറാഖിൽ സുന്ദരമായി ടൈഗ്രീസ് നദിയുടെ തീരത്തൊരു തോട്ടമുണ്ടാക്കി അവിടെ കൊണ്ട് താമസിപ്പിച്ചു, ഏദൻ തോട്ടം. അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം നോക്കിയാൽ നിങ്ങളും ഞാനും ജീവിക്കുന്ന ഈ കാലഘട്ടം മനുഷ്യവർഗത്തിൻ്റെ ഏറ്റവും സുഗമവും പുറമേ നോക്കിയാൽ സുന്ദരവും ഇത്രയും പരിഷ്കൃതവും സൗകര്യവുമായിട്ടുള്ളൊരു കാലം മനുഷ്യവർഗം അനുഭവിച്ചിട്ടില്ല. ആ തരത്തിൽ നമ്മൾ ഒരു വിധത്തിൽ ഭാഗ്യമുള്ളവരാണ്. അതിൻ്റെ പ്രധാന കാരണം 2-ാം ലോകമഹായുദ്ധമാണ്. 2-ാം ലോകമഹായുദ്ധത്തിൽ ജീവിച്ചവർ ഇതിനകത്ത് വളരെ കുറവേ കാണത്തുള്ളൂ. കാരണം 86 വയസ്സ് തികഞ്ഞിട്ടുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ 2-ാം ലോകമഹായുദ്ധകാലത്തിൽ ജീവിച്ചവരാണ്. 1939 സെപ്റ്റംബർ 1-നാണ് 2-ാം ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. ദൈവകൃപ അന്ന് ഞാനുണ്ട്, എനിക്കന്ന് 1 വയസ്സുണ്ട്. ആ 2-ാം ലോകമഹായുദ്ധത്തിൽ നിങ്ങൾ ആരും പങ്കെടുത്തിട്ടില്ല. നിങ്ങൾ അതിന് ശേഷമുള്ള തലമുറകളാണെങ്കിൽ അന്നതിൻ്റെ തീറ്റഫലം ഞാൻ പറയാം. 61 രാജ്യങ്ങൾ പങ്കെടുത്തു.
5.5 കോടി യുവാക്കൾ മരിച്ചു. 3.5 കോടി സുന്ദരികളായ പെൺകുട്ടികൾ വിധവമാരായി. 4 കോടി കുഞ്ഞുങ്ങൾ അനാഥ കുഞ്ഞുങ്ങളോ വികലാംഗരോ ആയി. സാംസ്കാരിക നായകന്മാർ കോർത്തിണക്കിയ ചരിത്രമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നതിനാൽ ആ കെയർ ഓഫിൽ ബർമ വഴി പോയ വകയിൽ 25,000 ഇന്ത്യക്കാർ മരിച്ചു. ലോകം കൊടും പട്ടിണിയിലായി. എന്നാൽ 2-3 വിപ്ലവങ്ങൾ അതിനുശേഷം നടന്നു. 1 സംസ്കാര വിപ്ലവം, 2 ശാസ്ത്ര വിപ്ലവം, 3 രാഷ്ട്ര വിപ്ലവം. രാഷ്ട്ര വിപ്ലവം എന്ന് പറഞ്ഞെന്നാൽ 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം അസ്തമിച്ചു. മിക്ക രാജ്യങ്ങളും, നമ്മുടെ ഭാരതം ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും കൊളോണിയൻ ഭരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച പരമാധികാര സ്വതന്ത്ര രാഷ്ട്രമായി. അതിൽ നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യയും ഒരു സ്വതന്ത്ര രാജ്യമായി നമ്മൾ റിപ്പബ്ലിക് ദിവസം കഴിഞ്ഞ ഞായറാഴ്ച ആഘോഷിച്ചു. അങ്ങനെ ലോകത്തിൽ മനുഷ്യവർഗം 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ശ്വാസം വലിക്കുവാൻ തുടങ്ങി. അതോടൊപ്പം പട്ടിണി മാറ്റാൻ ശാസ്ത്രം കിണഞ്ഞ് പരിശ്രമിച്ചതിനാൽ ഒരു വ്യവസായ വിപ്ലവം ഉണ്ടായി. ആ വ്യവസായ വിപ്ലവത്തിലാണ് വളരെ വേഗം മനുഷ്യവർഗം പുരോഗമിച്ചു. കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അകലം കുറഞ്ഞു. ആകാശപാത തുറന്നപ്പോൾ അമേരിക്കയിൽ നിന്നും ഡൽഹിയിൽ വരാൻ 40 ദിവസം എന്നുള്ളത് 16 മണിക്കൂറായിട്ട് മാറി. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ശാസ്ത്രം ശരിക്കങ്ങ് വിജയിച്ചു. എല്ലാ വിധത്തിലും അങ്ങോട്ട് ഉയർന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് ഞാനും നിങ്ങളും നിൽക്കുന്നത് ഒരു ഹൈടെക് ലോകത്തിൽ നമ്മൾ ജീവിക്കുക. ഞാൻ പറയാതെ നിങ്ങൾക്കെല്ലാം അറിയാം. വളരെ മനോഹരമായ വീടുകളല്ല ലോകം മുഴുവൻ. എവിടെ ചെന്നാലും വീടെന്ന് പറയാനൊക്കത്തില്ല, മനോഹരമായ വാസസ്ഥലം. അതിനേക്കാൾ മനോഹരമായ വാഹനങ്ങൾ, വളരെ സുന്ദരകരവും ആകർഷകവുമായ വസ്ത്രങ്ങൾ, വിലപ്പെട്ട ഭക്ഷണങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്ന സംവിധാനങ്ങൾ, ലോകത്തിൽ എവിടെയും യാത്ര ചെയ്യുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ. പൈസ പോലും വേണ്ട, പേഴ്സണെ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് കാരിൽ വലിച്ചാൽ മതി, എവിടെയും പോകാം, ഏതും മേടിക്കാം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ലോകം വിരൽ തുമ്പിൽ. ഞാനും നിങ്ങൾ ഇതെല്ലാം ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു മാലയുടെ മുത്തുകളായിട്ട് മാറി. സകല മനുഷ്യവർഗം ഇനി എന്തെല്ലാം അനുഭവിക്കണമോ ആ വിധത്തിലുള്ള സകല സുഖ സൗകര്യങ്ങളും ശാസ്ത്രം മനുഷ്യർക്ക് സംഭാവനയായി നൽകി. അന്തരാവയവങ്ങൾ, കാറിന്റെ ടയർ മാറ്റിവെക്കുന്ന ലാഘവത്തിൽ പറിച്ച് കിഡ്നിയും ലിവറും ഹാർട്ടും എല്ലാം ഒരു കാറിന്റെ ടയർ ഡ്രൈവർ മാറ്റിയിടുന്ന പോലെ, മെക്കാനിക്ക് മാറ്റിയിടുന്ന ലാഘവത്തിൽ കിഡ്നിയും ലിവറും എല്ലാം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടത്തുന്ന ഹോസ്പിറ്റലുകൾ കേരളത്തിലെ ഗ്രാമങ്ങളിൽ പോലും. ആ വിധത്തിൽ മെഡിക്കൽ സയൻസ് അങ്ങ് ഉയർന്നു. മെഡിക്കൽ സയൻസ് നവീനമായ നിരവധി കണ്ടുപിടുത്തങ്ങൾ. അങ്ങനെ മെഡിക്കൽ സയൻസ് ഒരു ഭാഗത്ത് ഉയർന്നു. സ്പേസ് ടെക്നോളജി, 5.5 കോടി കിലോമീറ്റർ അകലെയുള്ള ചൊവ്വയിൽ പോയി താമസിക്കുവാൻ ആവേശത്തോടെ നിൽക്കുന്ന അമേരിക്കക്കാരൻ അഥവാ നാസ. അല്ല, അതിനേക്കാൾ മുമ്പ് ഞങ്ങൾ ചെല്ലുമെന്നത് എന്ന് പറയുന്ന ടീ സ്പിരിറ്റിൽ പ്രവർത്തിക്കുന്ന ചൈന. അല്ലേ, കാലം പുരോഗമിച്ചു. നമ്മുടെ ഇന്ത്യയും മോശമല്ല, ചന്ദ്രനിലേക്ക് പോകാൻ നമ്മളും തയ്യാറാകുന്നു. അങ്ങനെ ലോകം ഒരു സ്പേസ് വിപ്ലവം ഒരു ഭാഗത്ത് നടത്തുന്നു. മറുഭാഗത്ത് നോക്കിക്കുക, എല്ലാ വിധത്തിലുള്ള ജീവിത സൗകര്യങ്ങളും തന്നിരിക്കുന്നു. എവിടം വരെ വേണമെങ്കിലും പഠിക്കാം. ധാരാളം ലോൺ കിട്ടുന്ന ഒരു കാലം. പുറമെ നോക്കുമ്പോൾ ഇതൊരു സുന്ദരമായ ലോകമല്ലേ? ഏത് കുട്ടിക്കും പഠിക്കാൻ, കയ്യിൽ പണം വേണ്ട, ലോൺ തരാൻ ധനകാര്യ സ്ഥാപനങ്ങൾ പുറകെ നടക്കുകയാണ്. പൈസ ലോൺ വേണോ? അങ്ങനെ ഒരു ഭാഗത്തെ സുന്ദരമായ വീടുകളിൽ ഇങ്ങനെ താമസിക്കുന്നു. രാത്രിയെ പകലാക്കുന്ന പട്ടണങ്ങൾ, സോഡിയം പേപ്പർ ലൈറ്റുകൾ, ഇതുപോലെ നോക്കിക്കേ, മനോഹരം. ഇതെല്ലാം പുറമേ ഉള്ളപ്പോൾ,
ഇതിൻ്റെ പുറകിൽ ഒരു ഭയങ്കരമായ കാഴ്ച കാണിക്കാം. ഇതെല്ലാം വളരെ നല്ലത് തന്നെയാണ്. നമ്മളെല്ലാം ഇത് അനുഭവിക്കുന്നു. ലോകത്തിലെ ഏത് വാർത്തയും കയ്യിലിരിക്കുന്ന ആ 4 ഇഞ്ച് നീളമുള്ള മൊബൈൽ ഫോണിനകത്ത് തത്സമയം വരുന്നു. എത്ര ഭയങ്കരമായ സംഭവങ്ങളാണ് നിങ്ങൾ ചിന്തിക്കണം. ഒരിടത്തിൽ അഗ്നിപർവ്വതം പൊട്ടിയാൽ മിനിറ്റുകൾക്കകം നമ്മൾ അറിയുന്നു. ഇതെല്ലാം ഉണ്ട് എങ്കിലും നിഷ്പക്ഷമായിട്ട് ചില കാര്യങ്ങൾ കേൾക്കുക. 800 കോടി ജനങ്ങളുണ്ട്, എന്നെയും നിങ്ങളെയും ചേർത്ത്. ഇതിൽ ദൈവമക്കൾ ഒഴികെ ആർക്കെങ്കിലും സമാധാനമുണ്ടോ? കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടോ? മനുഷ്യന്റെ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് ഫാമിലിയാണ്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വ്യത്യാസപ്പെടുത്തുന്ന കുടുംബമാണ്. ഈ മീറ്റിംഗ് 9-നോ 9:15-നോ 9:30-ക്കോ തീരുമ്പോൾ നിങ്ങളെല്ലാവരും എങ്ങോട്ടാ പോകുന്നത്? വെപ്രാളം പിടിച്ച് നിങ്ങൾ എഴുന്നേൽക്കുകയല്ലേ? കസേര മാറ്റി ഓടും. എങ്ങോട്ടാ? ഹോട്ടലിൽ പോകാനില്ല, വീട്ടിൽ പോകാൻ. അപ്പൊ മനുഷ്യവർഗത്തിന്റെ ഏറ്റവും മെച്ചപ്പെട്ട ഒന്നല്ലേ കുടുംബജീവിതം? അത് തകർന്ന് തരിപ്പണമായ വാർത്തകൾ ധാരാളമായി കേൾക്കുന്നില്ലേ? സമാധാനം ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ടു, വേറൊരു ഭാഗത്ത് കുടുംബം തകരുന്നു. ലോണൊക്കെ തരാൻ ധനകാര്യ സ്ഥാപനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും അവർ സ്നേഹിച്ചിട്ടൊന്നുമല്ല തരുന്നത്. അവർ നമുക്കറിയാം, പത്രക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ബ്ലേഡ് പലിശയ്ക്ക. സമ്പദ്ഘടനയുടെ നട്ടല്ലൊടിഞ്ഞില്ലേ? ഇവിടെ ബിസിനസ്സുകാർ പലരും എന്നെ കേൾക്കുന്നില്ലേ? നിങ്ങളുടെയൊക്കെ ബിസിനസ് ഒരുമാതിരി മങ്ങിയല്ലേ പോകുന്നത്? ബിസിനസ്സുകൾ, ചെറുകിട ബിസിനസ്സുകൾ എല്ലാം ലോകം മുഴുവൻ തകരുകയല്ലേ? ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. ചെറുകിട ബിസിനസ്സുകൾ മുഴുവൻ മന്ദീഭവിച്ച് വമ്പന്മാർ തല ഉയർത്തുന്നത് കാണുന്നുണ്ടല്ലോ. ഇത് കേരളത്തെ കാണരുത്, ഇന്ത്യയെ കാണരുത്, ലോകത്തെ കാണണം. സമ്പദ്ഘടന ഒരു ഭാഗത്ത് തകരുന്നു, മറുഭാഗത്ത് കുടുംബജീവിതം തീരുന്നു. കുടുംബജീവിതം തീരുന്ന ഡിവോഴ്സ് പെരുകുന്നു. ക്രൈസ്തവ ദർശനത്തിൽ ഡിവോഴ്സ് ദൈവം അനുഭവിച്ചിട്ടില്ല. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യർ വേർപിരിക്കരുതെന്നാണ് തിരുവചനം. എന്നാൽ വേർപിരിയുന്നില്ല. അത് നിസ്സാര കാര്യത്തിന്. കഴിഞ്ഞ ആഴ്ച ഒരു വിവാഹമോചനത്തിന്റെ ചരിത്രം എൻ്റെ ഒരു പാസ്റ്റർ എന്നെ വിളിച്ചു പറഞ്ഞു. വേറൊരു സ്ഥലത്താണ്, ഞങ്ങൾക്കൊന്നും ബന്ധപ്പെട്ടതല്ല വാർത്ത. എന്താണെന്നറിയാവോ? ഭർത്താവ് മുടി വെട്ടാൻ പോയി, തിരിച്ചു വന്നപ്പോൾ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ വെട്ടി. നിന്നെ എനിക്ക് വേണ്ട. മുടിവെട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഭർത്താവിനെ തള്ളിക്കളയുന്ന ഭാര്യ. ഇത് ചതിവേ. വേറൊരു സംഭവം നടന്നു. യൂറോപ്പിൽ നിന്ന് വന്ന ചെറുക്കൻ, ഒരു സമുദായത്തിലെ ഉന്നതനാണ്, വിവാഹം നടത്തിയത്. അന്ന് രാത്രി കല്യാണം കഴിഞ്ഞ് ആള് സ്ഥലം വിട്ടു. പെൺകുട്ടികൾ പറയുന്നു പെൺകുട്ടിയുടെ സ്വത്തും കൊണ്ട് അവരുടെ സ്വർണം അടിച്ചുകൊണ്ട് പോയത് എന്ന് പെൺകുട്ടികൾ പറയുന്നു. ആൺകുട്ടികൾ പറഞ്ഞോ കൊടും ചതിവായിരുന്നു, അവള് പെണ്ണല്ല ആണാ. ഇതെന്താ ലോകമായത്? പരിഷ്കാരത്തിന് മുമ്പിൽ നടക്കുന്ന സംഭവങ്ങളാ. ചെറിയ കാര്യങ്ങൾക്കല്ലേ മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു തലമുറ വളരുന്നില്ലേ? മക്കളെ തർജ്ജനം ചെയ്യാൻ മാതാപിതാക്കൾക്ക് ഇന്ന് ഭയമല്ലേ? ഞാൻ സാരസ്യ ഭാഷ പറയും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് 86 വയസ്സുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ അപ്പനെയും അമ്മയോടുള്ള ബഹുമാനം ഞാൻ കാണിച്ചു തരാം. അന്നൊക്കെ ഞാൻ താമസിക്കുന്ന കോട്ടയത്താണ്. അപ്പം ഞങ്ങളുടെയൊക്കെ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു പലഹാര പുട്ട്. ആഴ്ചയിൽ 1-2 ദിവസം പുട്ടുണ്ടാക്കും. പുട്ടുണ്ടാക്കുന്ന അന്ന് ഞാനും ഉണ്ട്, ചേട്ടനും ഉണ്ട്. ഞങ്ങളെ വിടും, കടയിൽ വിടും പഴം മേടിക്കാൻ. ഒറ്റയ്ക്ക് വിടത്തില്ല. ആൺപിള്ളേരെ വിടത്തുള്ളൂ കടയിൽ, പെൺപിള്ളേരെ കടയിൽ വിടത്തില്ല. ഇന്ന് പെൺപിള്ളേരെ വിടണം, ഒരു സ്കൂട്ടറെ കയറി പോക്കോളും. പഴം മേടിക്കാൻ പോകും. പഴം മേടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, പഴവും മേടിച്ച് വരുന്നത്. പഴം മേടിക്കാൻ ചെല്ലുന്നതിന് ഓഫറുണ്ട്. പഴം മേടിക്കാൻ ചെല്ലുന്നതിന് ഒരു ചക്രമാണ്, അണയൊന്നുമില്ല. തിരുവിതാംകൂർ രാജാവിൻ്റെ ചക്രം. ഒരു ചക്രത്തിന് ഒരു പടല പഴം പേപ്പറിലും പ്ലാസ്റ്റിക്കിലും അല്ല, വട്ടാലെ പൊതിഞ്ഞു തരും. അത് മേടിച്ചുകൊണ്ട് വരുമ്പം ഞങ്ങൾക്ക് 2 പേർക്ക് ഓഫർ, ഓരോ നാരകമുട്ടായി കടക്കാരൻ്റെ. അതും കഴിച്ച് ഞാനും ചേട്ടനും കൂടെ ഇങ്ങനെ പഴവും പൊതിച്ച് വരുമ്പം വഴി കാണുന്ന ചാക്കോച്ചേട്ടൻ്റെ മാവിനിട്ട് ഒരു എറിയും. ആ ഏറ് പോയി കൊള്ളുന്ന ചാക്കോച്ചേട്ടൻ്റെ ഓടിനിട്ട് വീടും, ഓട് പൊട്ടും. ആരാടാന്ന് ഉള്ളി ഇറങ്ങി വരും. ഓടി ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, പോർട്ടിക്കോയിൽ ചെല്ലുമ്പോൾ അപ്പൻ ഇരുന്ന് പത്രം വായിക്കുന്നു വരാന്തൽ.
അപ്പൊ ചേട്ടനും അനിയനും കൂടെ പറയും, ആണ്ട്ര അപ്പച്ചനിരിക്കുന്നു, നമുക്ക് അതിലേ പോകണ്ട, അടുക്കള വഴി പോകാം. അത്ര ബഹുമാനം അപ്പനെ. ഇന്നങ്ങനല്ല. ഇന്ന് പഴം മേടിച്ചോണ്ടിരുന്ന മക്കൾ മേടിച്ചോണ്ട് അപ്പം കണ്ടാ പറയാം, ആണ്ട് അവന്മാർ വരിക എന്ന് പറഞ്ഞ് അപ്പം കയറി സ്ഥലം വിടും. മാതാപിതാക്കളെ ഭയമില്ലാത്തൊരു തലമുറ. പരിഷ്കാരത്തിന്റെ പേരിൽ അപ്പനെ കാണുമ്പോൾ ഹായ്, കുറച്ച് കഴിയുമ്പോൾ ബായ്. പടിഞ്ഞാറിന്റെ സംസ്കാരം നമുക്ക് ഒത്തിരി നന്മകൾ തന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ തിന്മകളുമുണ്ട്. അതാണ് ഈ അനുസരണക്കേടിന്റെ ഒരു കാര്യം. പടിഞ്ഞാറിന്റെ സംസ്കാരത്തിലെ ഒത്തിരി നന്മകളുണ്ട്, വളരെയധികം നന്മകളുണ്ട്. പക്ഷെ എങ്കിൽ തിന്മയും കയറി വന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? നമ്മുടെ കേരള സംസ്കാരത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് 9 പെങ്ങന്മാർ, ഒരു ചേട്ടൻ, ഞങ്ങൾ 11 പേര്. ഞങ്ങൾ വളർന്ന വീട്ടിൽ 5 മുറി. അന്ന് 5 മുറിയിലാണ് 11 പേരെ, അപ്പച്ചനും അമ്മച്ചയും കൂടാതെ ഞങ്ങൾ 11 പേരെ. 11 തലേണ അന്നില്ല. ഇന്ന് ഏതെങ്കിലും വീട്ടിൽ തലേണ ഉണ്ടോ? 11 ഒരു വീട്ടിലും ഇല്ല. ഞാൻ അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ നോക്കും, ഒരു വീട്ടിലും 11 തലേണയില്ല. ഞങ്ങളുടെ വീട്ടിൽ തലേണ 11ഒന്നുമില്ല. പിന്നെ ഞാൻ മഴക്കാളിയാണ്, എനിക്ക് തലേണ തരും. ഞാൻ ഉറങ്ങും, കൂർക്കം വലിച്ച് ഉറങ്ങുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ നേരെ മൂത്തവളുണ്ടല്ലോ സൂസി, അവളത് എടുത്തോണ്ട് പോകും. നേരം വെളുക്കുമ്പോൾ ഞാൻ കിടക്കുന്ന തലയിൽ. ഇങ്ങനെ ഞങ്ങൾ കളിച്ച് സ്നേഹിച്ച് വളർന്നപ്പം സ്നേഹം തീർന്നില്ല. എന്നാൽ ഇന്നങ്ങനല്ല. 5 മുറി, 5 ബെഡ്റൂം. ശരിയാണോ? 3 മക്കൾക്ക് 3 മുറി കൊടുക്കും. ഏതാ തിരുവനന്തപുരത്തെ ഈ കടുവായും പുലിയെ സിംഹത്തെ ഇട്ട പോലെ 3 എണ്ണത്തിന് 3 മുറിയിൽ. അകത്തോട്ട് കയറാൻ ഒക്കത്തില്ല. അതിനകത്ത് എന്നാ ഈ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. സംഗതി ശരിയാണോ? അതിനകത്ത് കമ്പ്യൂട്ടർ, മൊബൈല്, സകല സൂത്രവും ഉണ്ട്. കുഞ്ഞുങ്ങൾ അപ്പൻ്റെ അമ്മയുടെയും കൂടെ കളിച്ചു വളിച്ച സഹോദരങ്ങളുമായി നടക്കേണ്ട സ്ഥാനത്ത് വേറൊരു പരിഷ്കാരം കയറിയപ്പോൾ അതിന്റെ തിക്തഫലമല്ലേ അനുസരണക്കേടിന്റെ ആത്മാവ് വ്യാപരിക്കുന്ന ഒരു കാലമാണിത്. നമുക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം പണയം വെക്കാൻ പാടില്ല. പടിഞ്ഞാറ് നല്ലതെടുക്കണം, അല്ലാത്തത് എടുക്കാൻ പാടില്ല. എന്താ? കുഞ്ഞുങ്ങൾ മുറിയിൽ എന്താ ചെയ്യുന്നത് നോക്കാൻ അപ്പനും അമ്മയ്ക്കും തന്റെ ഇടം വേണം, ധൈര്യം വേണം. കുഞ്ഞുങ്ങളെ തർജ്ജനം ചെയ്ത് വളർത്തുവാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അവൻ വൃദ്ധനായാലും മറക്കത്തില്ല. നോക്കിക്കേ, അനുസരണക്കേടിന്റെ ആത്മാവ് നടക്കുന്ന ഒരു തലമുറ. ഇതുപോലെ മയക്കുമരുന്നും മദ്യവും ലോകത്തിൽ പെരുകിയ ഒരു കാലം മനുഷ്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കമ്പ്യൂട്ടർ ബിസിനസ്സോ സ്വർണ്ണക്കച്ചവടമോ ഒന്നും അല്ല. ഏറ്റവും വലിയ ബിസിനസ് മയക്കുമരുന്ന് ബിസിനസ്സാണ്. ആ ലോബിയെ തൊടാൻ അമേരിക്കയ്ക്കും ഒക്കത്തില്ല, ഇന്ത്യക്കും ഒക്കത്തില്ല, ചൈനയ്ക്കും ഒക്കത്തില്ല, ജപ്പാനും ഒക്കത്തില്ല, ഒരു രാജ്യത്തിനും ഒക്കത്തില്ല. അടിയിൽക്കൂടി ഇതിങ്ങനെ നോക്കിക്കേ, പ്രൈമറി സ്കൂളുകളിൽ വരെ മയക്കുമരുന്നുണ്ട്. പല രൂപത്തിലാ. മൊട്ടായി, പേസ്റ്റ്, എന്തെല്ലാം വിധത്തിലാ. ലോകം മുഴുവൻ ഒരു മായാലോകമാണ് മയക്കുമരുന്നിന്റെ. മുമ്പേ ഞാൻ നന്മയെല്ലാം പറഞ്ഞു, പിന്നാമ്പുറം കാണിക്കുക. അനുസരണക്കേട് വർദ്ധിച്ചു. ഇതുപോലെ കുറ്റകൃത്യങ്ങൾ പെരുകിയ ഒരു കാലമുണ്ടോ? നിങ്ങൾ കേരളത്തെയോ ഇന്ത്യയോ മാത്രം കാണരുത്. ഞാനൊരു മതത്തിനോ ഒരു സഭയ്ക്കോ വേണ്ടിയോ, ഒരു മതത്തിനോ ഒരു സഭയ്ക്കോ എതിരോ അല്ല, ഒരു രാജ്യത്തിന് വേണ്ടിയല്ല, ഒരു രാജ്യത്തിനെതിരല്ല. തിരുവചനം സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്പുരാൻ തന്ന തിരുവചനം നിവർത്തിക്കുന്നത് തെളിയിക്കാൻ മാത്രം കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ, ആരെയും കുറ്റപ്പെടുത്താനല്ല. ഇതുപോലെ വഴക്കുകളും കലാപങ്ങളുള്ളൊരു കാലമുണ്ടോ? ജയിലുകൾ നിറയുകയല്ലേ? കുറ്റകൃത്യങ്ങൾ പെരുകുന്നില്ലേ? ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൊലപാതകം, തട്ടുകട ദോശ എടുത്തു കൊടുക്കാൻ താമസിച്ചതിന് കടക്കാരനെ കൊന്ന കേസ്, കുറ്റകൃത്യങ്ങൾ മുഴുവൻ. എതിരെ വന്നവൻ ഹോൺ അടിച്ചെന്ന് പറഞ്ഞ് വെടിവെച്ച പുള്ളി അമേരിക്കയിൽ. എതിരെ വന്നവൻ ഹോൺ അടിച്ചത്. ആ കണക്കിനാണ് ഇവിടെ വെടിയല്ല എന്നൊക്കെ നടന്നേനെ. കുറ്റകൃത്യങ്ങൾ പെരുകുന്നു. ദൈവം അനുവദിക്കാത്ത സ്വവർഗ വിവാഹങ്ങൾ ധാരാളം. വേദപുസ്തകം പഠിപ്പിക്കുന്നു, പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും ആങ്ങളെയും പെങ്ങളുമാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർ ഒന്നിച്ച് താമസിച്ചാൽ പാപം. ഇവിടെ പറയുന്നു അങ്ങനെ താമസിക്കാം. അതിന് രോമന പേരുമുണ്ട്, ഗെറ്റ് ടുഗദർ, ലിവ് ടുഗദർ. ഒന്നിച്ച് താമസിക്കുക. ആരാ കൂടെ? അതിനൊരു നല്ല പേര് വിട്ടിട്ടുണ്ട്. ഭാര്യയല്ല, ഭർത്താവല്ല, ഫ്രണ്ടല്ല, പങ്കാളി. ഷെയർ ഉണ്ട്. പങ്കാളി. ഇഷ്ടമുള്ളപ്പം പോകാം,
കാലം മാറിയോ? അബോർഷൻ ഇതുപോലെ പെരുകിയൊരു കാലമുണ്ടോ? ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കുവാൻ ഒരു ശാസ്ത്രത്തിനും സാധിക്കത്തില്ല, ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. രണ്ട്, ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ DNA അവരുടെ ഗർഭപാത്രത്തിൽ സംയോജിച്ച ഒരു ജീവൻ ഉണ്ടാകാൻ ഒരു സയൻസിനും സാധിക്കത്തില്ല. അവർ നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ. എന്നാൽ അത് ദൈവമാണെങ്കിൽ അതിനെ നശിപ്പിക്കുവാൻ ആർക്കധികാരം? ഇന്ന് അബോർഷൻ പെരുകിയില്ലേ? സുന്ദരം എന്ന് പറയുന്ന ലോകത്തിന്റെ പുറകെ ഞാൻ കാണിക്കുക. മ്ലേച്ഛത വർദ്ധിച്ചില്ലേ? ഈ പബ്ലിക്കിൽ പറയാൻ സാധിക്കാത്ത വിധത്തിലുള്ള വളരെ ഹീനമായ മ്ലേച്ഛകൾ വർദ്ധിച്ചില്ലേ? നിയമങ്ങൾ നിഷേധിച്ച് നിയമവിരുദ്ധ പ്രവൃത്തികൾ ചെയ്യുവാൻ മടിയില്ലാത്ത ഒരു കാലം, അധികാരികളെ അനുസരിക്കാത്ത ഒരു കാലം, അധികാരികൾക്കെതിരെ നിൽക്കുന്ന ഒരു കാലം. അങ്ങനെ നോക്കിക്കേ, എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല. അതോടൊപ്പം തകർന്ന് തരിപ്പണമായ കാലാവസ്ഥ. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ കാണും. അന്നത്തെ ചില കാര്യം റിമാൻഡ് ചെയ്യാൻ പോവുക. കടലോര നഗരങ്ങളെ നോക്കി നിന്നെ ഞാൻ എടുക്കുമെന്ന് മുറവിളിയിടുന്ന സമുദ്രം. ഈ ഗ്ലോബൽ വാർമിംഗ് ഇതുപോലെ ചൂടിയാൽ തുറമുഖ നഗരങ്ങൾ മുഴുവൻ, നമ്മുടെ കൊച്ചിയും മുംബൈയും ന്യൂയോർക്കും എല്ലാം വെള്ളത്തിനടിയിലാകുമെന്ന് തീർത്തു പറയുന്ന ശാസ്ത്രം. കാലാവസ്ഥ മാറിയില്ലേ? എന്താണ് കാരണം? അതാണ് നമ്മുടെ വിഷയം. ഈ ലോകം നേരെ തിരിയാൻ പോകുകയാണ്. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാനൊരു വാക്യം നിങ്ങളെ വായിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ വിഷയമാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വായിക്കാതെ തീർന്നിട്ടില്ല എന്ന എൻ്റെ വിശ്വാസം. ഒന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം വായിച്ചിട്ട് അതേ അധ്യായം 7-ാം വാക്യം വായിക്കണം. അപ്പോൾ 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും തലയിൽ ദൂഷണനാമങ്ങളും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഒരുവൻ ഈ ലോകത്തിൽ നിന്നുള്ള 198 രാജ്യത്തെയും അടച്ചു ഭരിക്കും. അവനെ നല്ലൊരു ഭരണകർത്താവല്ല, അധർമ്മമൂർത്തി, വേദപുസ്തക ഭാഷ. മ്ലേച്ഛതയുടെ ചിറകിൽ സഞ്ചരിക്കുന്നവൻ, വേദപുസ്തക ഭാഷ. സാത്താൻ, പിശാച്, ദൈവദാസന്മാരുടെ ഭാഷയിൽ ആന്റി ക്രൈസ്റ്റ്. അവൻ ഈ ലോകം ഭരിക്കും. വായിക്കാം 13:7. ദൈവദൂഷണത്തിനായി വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. 2023 ഇതേ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാനത് പറഞ്ഞെന്ന എന്റെ വിശ്വാസം. ഞാൻ ഓർക്കുന്നില്ല, 2 വർഷം പിന്നിട്ട് എങ്കിലും ഇമ്പോർട്ടന്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് അത് പറയാതിരിക്കത്തില്ല. ഒരുവൻ ലോകത്തെ ഭരിക്കും. അതിന് വേദപുസ്തക ഭാഷയാണ് സകല ഗോത്രത്തിന്മേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം കിട്ടും. അതിന് ഇന്നത്തെ യുഗത്തിൽ പറയുന്ന പേരാണ് ഏകലോക ഗവൺമെന്റ്, വൺ വേൾഡ് ഗവൺമെന്റ്. അത് നിങ്ങളെ ഓർപ്പിക്കാനാ കഴിഞ്ഞ ബുധനാഴ്ച ഈ പറഞ്ഞ സംഭവത്തിന് ആരംഭം കുറിച്ചു. 2025 ജാനുവരി 23 ആ വാർത്ത നമ്മുടെ മലയാളം ഉൾപ്പെടെയുള്ള ലോകത്തിലെ സകല ഭാഷകളിൽ നിങ്ങൾ വാർത്തകൾ വായിക്കുന്നവരല്ലേ, വന്നു കാണും, വായിച്ചു കാണും. മലയാളത്തിലുണ്ടായിരുന്നു, സകല സോഷ്യൽ മീഡിയയിലും വന്ന വാർത്ത കേട്ടുകൊള്ളുക. ജാനുവരി 23 സ്വിറ്റ്സർലൻഡിലെ തലസ്ഥാനമായ ജനീവയിൽ യുണൈറ്റഡ് നേഷൻസ് അതിന്റെ സെക്രട്ടറി ജനറൽ ഈമാൻ നിസ്സിയുടെ അധ്യക്ഷതയിൽ ലോകരാഷ്ട്രങ്ങൾ തലവന്മാർ ഒപ്പുവെച്ചു. ഏതെല്ലാം രാഷ്ട്രങ്ങൾ അത് വെളിപ്പെടുത്തിയിട്ടില്ല. ലോകരാഷ്ട്ര തലവന്മാർ ഒപ്പുവെച്ചത് കേൾക്കണമോ? നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിൽ നിന്നും അതിർത്തി സേനകളെ പിൻവലിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോടോ, എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നാ കട്ടിങ്. ഞാൻ അതിർത്തി സേനകളെ പിൻവലിക്കാം, പൗരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറട്ടെ, യുദ്ധം വേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാം. ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ സെക്രട്ടറി ജനറൽ ഈമൻ ബ്ലിസ്സി പറഞ്ഞത് ഇത് അടുത്ത തലമുറയ്ക്കുള്ള സംഭാവന. പുറമെ കേൾക്കുമ്പോൾ തോന്നും നല്ലതാണല്ലേ,
ഇതാണ് ഏകലോക ഗവൺമെന്റ്. 2000 വർഷം മുമ്പ് തിരുവചനത്തിൽ പറഞ്ഞു, ഒരുവൻ ഈ ലോകത്തെ ഭരിക്കും. ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്ന പിശാച്, സാത്താൻ ഇന്ന് വരെ ശരീരത്തിലൊരു ദൃശ്യരൂപത്തിൽ ഇല്ല. അവൻ ദൃശ്യരൂപത്തിൽ ഒരു മനുഷ്യനിൽ പ്രവേശിച്ച് 7 വർഷം ഈ ലോകത്തെ തകർത്ത് തരിപ്പണമാക്കും എന്ന് വേദപുസ്തകം പറയുന്നെങ്കിൽ, അത് വെളിപ്പാട് 13:7 പറയുന്നെങ്കിൽ, അതിന്റെ പടി കണ്ടോ? കഴിഞ്ഞ ബുധനാഴ്ച 2025 ജാനുവരി 23 ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളുടെയും കൂടെ സമ്മേളനം എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി യേശു തമ്പുരാൻ തന്നെ ഒരു വാഗ്ദത്തം നിവർത്തിക്കാനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ. ദൈവത്തിൽ വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക്, ആർക്കാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്? ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. ലോകത്തിൽ നിരവധി മത നേതാക്കന്മാർ ജീവിച്ചു, മരിച്ചു. നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ ജീവിച്ചു, മരിച്ചു. അവരാരും പറഞ്ഞിട്ടില്ല തിരികെ വരാമെന്ന്. ഒരുവൻ മാത്രം പറഞ്ഞ തിരികെ വരുമെന്ന്. അത് കർത്താവായ യേശുവാണ്. യേശുവിന് പറയാനുള്ള അധികാരം എന്താണ്? അവൻ മരണത്തെ ജയിച്ചവനാണ്. പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോൽ കയ്യിലുള്ളവനാണ്. അവനെ അടക്കിയ കല്ലറ മാത്രം ലോകത്തിൽ തുറന്നു കിടക്കുന്നു. അവൻ ആരെ ചേർക്കാൻ വരും? ഇത് സുപ്രസാദ കാലം. മനുഷ്യവർഗത്തെ ഈ 800 കോടി ജനങ്ങളുണ്ടെങ്കിലും തിരുവചനം പറയുന്നു അവരെല്ലാം ഒറ്റയപ്പന്റെ മക്കളാണ്. ശാസ്ത്രം അത് അംഗീകരിച്ചേ തീരൂ. പല നിറം, പല ഭാഷ, പല ശരീരപ്രകൃതി, പല സംസ്കാരം എല്ലാം ഉണ്ടെങ്കിലും ഒന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 17:26. അപ്പോസ്തലപ്രവൃത്തി 17:26. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ പല ജാതി, പല മതം, പല ഭാഷ, പല രാജ്യവും എന്നെല്ലാം പറയുന്നുവെങ്കിലും സകല മനുഷ്യവർഗവും ആദത്തിന്റെ മക്കളാണ്. എന്താണ് തെളിവ്? ലഭ്യമായ ശാസ്ത്രീയ തെളിവുകൾ. ഒന്ന്, ലോകത്തിൽ ഏതെല്ലാം ജാതിയുണ്ടോ, ഏതെല്ലാം മതമുണ്ടോ, ഇവരുടെ എല്ലാ DNA കോഡ് 99.91. നമ്മുടെ ജനിതക ഘടനയുടെ പേരാണ് ഡെക്സിനുക്ലിക് ആസിഡ്. ജനിതക കോഡ് DNA. സായിപ്പിന്റെ, ആഫ്രിക്കക്കാരന്റെ, ഇന്ത്യക്കാരന്റെ, ജപ്പാൻകാരന്റെ എല്ലാ DNA ഒന്ന്. തീർന്നില്ല. ഏത് മനുഷ്യനാണോ അവന്റെ ശരീരത്തിൽ ആവറേജ് 5.5 ലിറ്റർ രക്തം, തടിയുള്ള പുള്ളിയായാലും തടിയില്ലാത്തതായാലും പ്രായപൂർത്തിയായാൽ മനുഷ്യരുടെ ശരീരത്തിൽ 5.5 ലിറ്റർ രക്തം. ഇനിയും ഏത് നിറക്കാരനോ ഏത് ഭാഷക്കാരനായാലും അവന്റെ ബോഡി ടെമ്പറേച്ചർ നോർമൽ ഇന്ത്യൻ കണക്കനുസരിച്ച് 98.5 ഫാരൻഹീറ്റ്. എല്ലാം 98.5. ഏതാ ഫ്രൈസലർ ചൂട് ഒരുപോലെ. സായിപ്പ് വെളുത്തായതുകൊണ്ട് 1 ഡിഗ്രി കൂടുതലില്ല. ഉണ്ടെ അവന് പനിയാ, പാരസെറ്റമോൾ കൊടുക്കണം. എല്ലാവർക്കും ബോഡി ടെമ്പറേച്ചർ ഒരുപോലെ. ശ്രദ്ധിച്ചാൽ നിങ്ങൾ കണ്ടോ? എല്ലാവർക്കും 5.5 ലിറ്റർ രക്തം. തീർന്നില്ല. എല്ലാവരും ആരോഗ്യമുള്ളവരാണെങ്കിൽ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും 4 മണിക്കൂർ കഴിയുമ്പോൾ വിശക്കും. മൃഗങ്ങൾക്കതില്ല, പക്ഷികൾക്ക് അങ്ങനെയില്ല. ആഴ്ചയിൽ 1 ഇര പിടിക്കുന്ന മനുഷ്യനുണ്ട്, അല്ല മൃഗമുണ്ട്. മനുഷ്യൻ അങ്ങനല്ല. 4 മണിക്കൂർ ശരീരം ഭക്ഷണം ദഹിപ്പിക്കുന്ന എല്ലാവരുടെയും. എല്ലാവർക്കും ഉറക്കം വേണം. വീട്ടിൽ ഉറങ്ങുന്ന കാര്യമല്ല, രാത്രിയിൽ വിശ്രമിക്കാനായിട്ട് ഇരുട്ട് വരുമ്പോൾ ഉറക്കം. നോക്കിക്കേ, എല്ലാവർക്കും ഒരുപോലുള്ള ക്യാരക്ടർ. സ്നേഹം, കോപം, നിരാശ, ദുഃഖം, സങ്കടം, ആകാംക്ഷ, ആകുലത മനുഷ്യവർഗങ്ങൾക്കെല്ലാം. അപ്പോൾ എല്ലാവരും അപ്പന്റെ മക്കളാണ്.
സൃഷ്ടിച്ചത് എന്തിനാണ്? വല്ലച്ചാദ്യം ജീവിക്കാനല്ല, ലോകത്തിൽ വാഴാൻ. ഉൽപ്പത്തി 1:28 പറയുന്നത് സകലത്തിന്മേലും വാഴാൻ. നിങ്ങൾ നോക്കിക്കേ, ഉൽപ്പത്തി 1:28 വായിച്ചേ. ഉൽപ്പത്തി മനുഷ്യന്റെ കാര്യമാണ്, ക്രിസ്ത്യാനിയുടെ കാര്യമോ പെന്തിക്കോസ്തുകാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ, മനുഷ്യന്റെ ദൈവം അവരെ അനുഗ്രഹിച്ചു, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിയിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവിൻ എന്നവരോട് കൽപ്പിച്ചു. ഏതെങ്കിലും ജന്തു വാഴുന്നുണ്ടോ? സിംഹം വാഴുന്നുണ്ടോ? സിംഹത്തിന് കാട്ടുപോത്തിനെ ഭയം. എല്ലാവരും നമ്മൾ പറയും സിംഹം രാജാവാണ്, പക്ഷെ ചരിത്രം പഠിച്ചേ കാട്ടുപോത്തിനെ കാണുമ്പോൾ സിംഹം പുറകോട്ട് പോകും. വാഴുന്നത് മനുഷ്യനല്ലേ? ചന്ദ്രനിലും ചൊവ്വായും പോകാൻ ശ്രമിക്കുന്നത് മനുഷ്യനല്ലേ? വേണ്ടല്ലോ. ഈ റോഡിൽ പോകുന്ന ആനയെ നോക്കിക്കേ, 6000 കിലോ തൂക്കം, 13 അടി പൊക്കം, കൊണ്ടുനടക്കുന്ന പാപ്പാന്റെ പൊക്കം എത്ര? 4 അടി പൊക്കം അല്ലേ? 40 കിലോ. തിരിയടാന്ന് പറഞ്ഞാൽ തിരിയും. തടിയല്ല, ദൈവം പറഞ്ഞതാ വാഴാൻ. അങ്ങനെ വാഴാൻ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിലും തിന്മയുടെ ശക്തിയാകുന്ന സാത്താൻ അവനെ വഞ്ചിച്ച് അവൻ പാപം ചെയ്തപ്പോൾ റോമർക്ക് ലേഖനം 3:23 പറയുന്നു, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി. കാരണം ഏകന്റെ സന്തതിയാണ് മനുഷ്യവർഗമെങ്കിൽ ഏകൻ പാപം ചെയ്തപ്പോൾ അവനിൽ പാപം എല്ലാവർക്കും വന്നു. റോമർ 3:21 വായിക്കാം. റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല, ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു. ക്രിസ്ത്യാനിയാണോ, പെന്തിക്കോസ്തുകാരനാണോ, ക്രൈസ്തവനാണോ, അമേരിക്കക്കാരനോ, എല്ലാവരും പാപം ചെയ്തു ദൈവതേജസ്സില്ലാത്തവരെ. ദൈവതേജസ്സില്ലാത്ത പാപിയായെങ്കിൽ അവൻ ഈ ലോകത്തിൽ തീർന്നാൽ, അവന്റെ ആത്മാവ് പാപത്തിൽ മരിച്ചാൽ അതിവിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ പോകത്തില്ല. അതിന് ദൈവം ഈ മനുഷ്യവർഗത്തെ ഇല്ലായ്മ ചെയ്യുകയല്ല ചെയ്തത്. ദൈവം സർവശക്തനാണ്, ദൈവം പരമേശ്വരനാണ്. വേണമെങ്കിൽ വേറൊരു വർഗത്തെ സൃഷ്ടിക്കാം. ഇല്ല, ദൈവം തീരുമാനിച്ചു ഈ മനുഷ്യവർഗത്തെ എനിക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിനൊരു മാലാഖയല്ല അയച്ചത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കാരണം ദൈവം തന്നെ ഇറങ്ങി വന്നു. തന്റെ സൃഷ്ടിയിൽ മേത്തരമായതിനെ ഇവിടെ രക്ഷിക്കാൻ ദൈവം ഇറങ്ങി വന്നു. യഹോവയായ ദൈവമാണ് കർത്താവായ യേശു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നത്രേ. നമുക്ക് ദൈവം എന്ന രീതിയിൽ ദൈവം വന്നാൽ ഈ ഭൂമിയില്ല. കാരണം 10,000 കോടി നക്ഷത്രങ്ങളുള്ള ഈ നമ്മുടെ ഗാലക്സി മിൽക്കി വേ, നമ്മുടെ അയൽവക്കത്ത് അൽഫാ സെഞ്ചുറി 20,000 കോടി, 20,000 കോടി നക്ഷത്രമാണ്. അതിൻ്റെ അപ്പുറത്ത് ആൻഡ്രോമീഡ 30,000 കോടി ഇങ്ങനെ കിടക്കുക. അൽഫാ സെഞ്ചുറി, ആൻഡ്രോമീഡ, സീഗാർ, പിൻവീൽ, സദേൻ പിൻവീൽ ഇങ്ങനെ കിടക്കുക. അതാണ് അനന്തത എന്ന് പറയുന്നത്. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ചതാണ് ദൈവം. ആ ശക്തി, ആ ബലത്തിൽ ഇങ്ങോട്ട് വന്നാൽ ഇല്ല. ഇത്രയും ഗായക സംഘക്കാരും സേട്ടന്മാരായ ദൈവദാസന്മാരും ഞാനും ഇവിടെ നിന്നിട്ട് ഈ സ്റ്റേജിന് ഒരു കുഴപ്പമില്ല. എന്നാലേ ഒരാന ഇങ്ങോട്ട് കയറ്റി വിട്ടേ, നാളെ സ്റ്റേജ് കാണുകയില്ല. അപ്പോൾ ഒരു ആനയ്ക്ക് ഇതിനകത്തോട്ട് കയറാൻ മേലെങ്കിൽ അഖിലാണ്ടത്തെ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ച ആ പരാശക്തിക്ക് ആ തേജസ്വിനി ഭൂമിയിൽ വരാനൊക്കത്തില്ല. വന്നാൽ ഈ പ്രപഞ്ചം തീരും. എന്നാൽ തന്റെ സൃഷ്ടിയെ രക്ഷിക്കണം. അതിനാണ് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡമെടുത്തു. യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. യേശു ദൈവം സകല മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ ഏകപരിഹാരം. പ്രതിഫലം നോക്കാതെ, പ്രതിഫലം മേടിക്കാതെ പാപം മായ്ക്കുന്നവൻ യേശു മാത്രം. അവന്റെ രക്തം 1 യോഹന്നാൻ 1:8 വായിച്ചിട്ട് 7 വായിക്കണം. 1 യോഹന്നാൻ 1:8 ആദ്യം വായിക്കുക, പിന്നീട് 7 വായിക്കുക. നമുക്ക് പാപമില്ല, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നു എങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അടുത്ത വാക്യം, സത്യം നമ്മിൽ ഇല്ലാതെയായി. ഇനി 7-ാം വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ദൈവമക്കളെ, പാപമില്ലാത്ത മനുഷ്യനില്ല. മനുഷ്യൻ ഒരു ഏവന്റെ ലംഘനത്താൽ മനുഷ്യർ പാപികളായി.
ആ പാപ വഴികളിൽ മനുഷ്യർ സഞ്ചരിക്കുന്നു. പാപം അറിഞ്ഞും അറിയാതെയും സഞ്ചരിക്കുന്നു. തിന്മ അറിഞ്ഞും അറിയാതെ സഞ്ചരിക്കുന്നു. പക്ഷെങ്കിൽ പാപത്തിന്റെ ലക്ഷണം എന്താണെന്നറിയാമോ? സമാധാനം കാണത്തില്ല. ഒരു രോഗത്തിന് സിംറ്റം ഡോക്ടർ കണ്ടുപിടിക്കുന്നത് പോലെ പാപമുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എത്ര വേഷം ധരിച്ചാലും, ബാങ്കിൽ എത്ര പണം കിടന്നാലും, ആരെല്ലാം സ്നേഹിക്കാനുണ്ടെങ്കിലും, ഏതെല്ലാം അധികാരം കയ്യിലുണ്ടെങ്കിലും, എത്ര ആരോഗ്യമുണ്ടെങ്കിലും പാപമുണ്ടോ സമാധാനം ആത്മാവിന് കാണത്തില്ല, സ്വസ്ഥത കാണത്തില്ല. 2, മരണത്തെ ഭയം. മരണത്തെ ഭയം. കാരണം എങ്ങോട്ടാ പോകുന്നത് അറിയത്തില്ല. ഈ ഞങ്ങളുടെ കോട്ടയത്തെ സകല കടകളും, ഞാനിങ്ങനെ ഈ എഴുത്തുകാരനും കൂടി ആയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കും. ഞാൻ താമസിക്കുന്ന ഞങ്ങളുടെ ഹോം ടൗണിൽ കോട്ടയത്തെ എല്ലാ കടകളും ഷട്ടറിലും എന്നിട്ട് ഗോദറേജിൻ്റെ സ്പെഷ്യൽ താഴിട്ട് പൂട്ടും. എന്നിട്ട് സെക്യൂരിറ്റിയെ നിർത്തും. മൊബൈൽ ഫോണും കൊടുത്ത് സെക്യൂരിറ്റിയെ നിർത്തും. അതും കൂടാതെ ഉടമസ്ഥൻ ചെയ്യുന്ന പരിപാടി CC ക്യാമറയും വെച്ചിട്ടുണ്ട്. അതിലൊരു ഈച്ച പോയാൽ പുള്ളിക്ക് കാണാം. സകല കടകളും അങ്ങനെ. ഒരു കടയുണ്ട്, അത് ഷട്ടർ വിടത്തില്ല, ലൈറ്റും ഓഫാക്കത്തില്ല, CC ക്യാമറയും ഇല്ല, സെക്യൂരിറ്റിയും ഇല്ല. 24 മണിക്കൂറും തുറന്നു വെച്ചിരിക്കുക. മഴ നനഞ്ഞ് കൊടയില്ലാതെ എലി നനഞ്ഞ പോലെ നനഞ്ഞാലും ഒരുത്തരും അതിന് വരാതെ പോലും കയറി നിൽക്കത്തില്ല. ആ കടയുടെ പേരാ ശവപ്പെട്ടിക്കട. എന്താ? മനുഷ്യർ മരണത്തെ ഭയപ്പെടുന്നു. എന്നാൽ യേശുവിന്റെ രക്തത്തിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി പറയും, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാ. കാരണം അവർക്കറിയാം ഈ ലോകത്തിലെ ജീവിതം തീർന്നാൽ എവിടെ പോകുമെന്ന്. ഇവിടെ തീരും. ഏത് മിടുക്കനും മരിക്കും. KM ചെറിയാൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കുടുംബക്കാരനാണ്. കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി. നിങ്ങൾ പത്രത്തിലൊക്കെ വാർത്ത കണ്ടു കാണും. എൻ്റെ ഫാമിലിയിൽപ്പെട്ട ആൾ. ആ കാര്യത്തിൽ അഭിമാനമുണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശസ്ത്രക്രിയാ വിദഗ്ധൻ. ഞങ്ങളുടെ ഓൺ ഫാമിലി. അദ്ദേഹം ചെയ്തു തീർത്ത ശസ്ത്രക്രിയക്ക് കണക്കില്ല. പത്മശ്രീ ലഭിച്ചു. അദ്ദേഹം കൊച്ചു പിള്ളേർ ഗോലി കളിക്കുന്ന പോലെ ഹാർട്ട് മാറ്റി വെക്കുന്നത് അല്ലേ? അത്ര വിദഗ്ധനാ. പക്ഷേ കേൾക്കണമോ, അദ്ദേഹം ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിച്ചത്. ബാംഗ്ലൂർ വെച്ച് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. വൈദ്യചികിത്സ ലഭിച്ചില്ല. മണിപ്പാലിൽ കൊണ്ടുപോകുന്ന വഴി ആള് പോയി. ലോകത്തിൽ അനേകരുടെ ഹൃദയത്തെ ജീവിപ്പിച്ചവനാ. പക്ഷേ പുള്ളിയുടെ ഹാർട്ട് നിന്നുപോയി. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ജനിക്കുന്നവനെല്ലാം മരിക്കും. പക്ഷെ മരിച്ച ശേഷം അപ്പുറത്തുള്ള ലോകത്തെ കാണുന്നവനാണ് ഭാഗ്യവാൻ. മരണത്തെ ഭയമില്ലാത്തവരുണ്ട്. ഒന്ന് കരങ്ങളെ ഉയർത്തിക്കേ, ഒന്ന് കൈയടിച്ചേ, ഞാനത് കാണട്ടെ. മരണത്തെ ഭയമില്ലാത്തവർ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്താ? നമുക്കറിയാം അപ്പുറത്ത് എന്തുണ്ട്. സമാധാനമുള്ളയാളുടെ ലക്ഷണമാണ് ഞാൻ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ സമാധാനം കാണും. എന്താ? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടും. ഞാൻ ഏറ്റവും കാതലായ വിഷയം എടുക്കാൻ പോവുകയാണ്. നാളെ ഉള്ളതുകൊണ്ട് പരമപ്രധാന 2 സംഭവം ലോകത്തിൽ നടക്കും. അത് ഞാൻ നാളെ വിശദീകരിക്കും. ഒന്ന് സ്വർഗം നടത്തുന്നതാ, സ്വർഗീയ ആക്ഷൻ. 2 അറ്റ കൈക്ക് ഇസ്രായേൽ ചെയ്യാൻ പോകുന്നതാ, മഹാപാതകവും. അത് അറ്റ കൈക്ക് ഇസ്രായേൽ പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നത് അതെന്താണെന്ന് ഞാൻ നാളെ പറയാം. ഇത് 2 കൊണ്ട് ഒന്നിച്ച് നടക്കാൻ പോവുക. അങ്ങനെ നടന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ ദൈവമക്കൾ എന്ന് പറയുന്നവരാരാണെന്ന് ഞാൻ കൊണ്ടുവരുന്നത്. പാപത്തെ ഒരു പാരമ്പര്യത്തിൽ ഒരു കുടുംബത്തിൽ ജനിച്ചോന്നും പാപം മാറത്തില്ല. പാപം മാറുവാൻ ഏക മാർഗം അവന്റെ പുത്രനായ ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കും. ഇത് മതം മാറ്റമല്ല, സഭ മാറ്റമല്ല. പാപം ചെയ്യുന്നവൻ സാത്താന്റെ അടിമയാ, പിശാചിന്റെ അടിമയാ. പിശാചിന്റെ ശക്തികളെ ഇല്ലാതാക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടു. ശാസ്ത്രത്തിന് പിശാചിന്റെ ശക്തിയെ എതിർക്കാൻ ഒക്കത്തില്ല. അവരെ നിങ്ങൾക്കറിയാമല്ലോ, ബെർമുഡ ട്രയാങ്കിന്റെ മേളിൽ കൂടെ ഒറ്റ പ്ലെയിൻ പറക്കത്തില്ലല്ലോ, ഒരു കപ്പൽ പോകത്തില്ലല്ലോ. എന്താ? അവിടെ ഒരു ദുഷ്ട ശക്തി ഉണ്ടെന്ന് അവർക്കറിയാം, പക്ഷെ വെളിപ്പെടുത്തുന്നില്ല.
അന്ധകാര പ്രഭു കുടികുത്തി വാഴുന്ന സ്ഥലങ്ങളുണ്ട്. അതിനെ അതിജീവിക്കാൻ ആറ്റം ബോംബിനോ സയൻസിനോ റൈഫിളിനോ റോക്കറ്റിനോ സാധിക്കാത്തപ്പോൾ ദൈവത്തിന്റെ ശക്തിയുള്ളവർക്ക് പിശാചിനോട് എതിർത്തു നിൽക്കാൻ സാധിക്കും. അവനോട് എതിർക്കണമെങ്കിൽ യേശുവിന്റെ രക്തം കൊണ്ട് പാപം മാറിക്കിട്ടണം. യേശുവിന്റെ രക്തം കൊണ്ട് പാപം മാറിക്കിട്ടണം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരമുണ്ട്. അവരെ ചേർത്ത ശേഷം മാത്രമേ കർത്താവ് ഈ ഭൂമി പിശാചിനെ ഭരിക്കാൻ അനുവദിക്കത്തുള്ളൂ. എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ച വിഷയം എതിർ ക്രിസ്തു ഭരിക്കാൻ പോകുന്നു, അത് തെളിയിക്കാൻ എന്നുള്ളതാണ്. പക്ഷെങ്കിൽ അതിനു മുൻപ് നടക്കുന്ന സംഭവമായിരിക്കും എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ ശരീരമാകുന്ന ഒരുവൻ യേശുവിനെ കർത്താവിനെ രക്ഷകനെ സ്വീകരിച്ചാൽ അവനുള്ള രണ്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, എന്താണ് പ്രത്യേകത? യേശുവിനെ രക്ഷകനായ മതം മാറുകയല്ല, സഭ മാറുകയല്ല, ചെയ്ത പാപം പാപരഹിതമായ നിസ്തുല്യമായ നിർമ്മലമായ യേശുവിന്റെ രക്തത്തിൽ, എന്തിനെ? നിർബന്ധത്താലല്ല, പ്രലോഭനത്താലല്ല, മനസാക്ഷി തുറന്ന് പാപമേറ്റു പറഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ അവർക്കുള്ള രണ്ട് പദവിയുണ്ട്. ഒന്ന് വായിക്കാം, ഫിലിപ്പിയർ 3:20-21. ഫിലിപ്പിയൻസ് 3:20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്വർഗത്തിലാകുന്നു. നോക്കിയാൽ മതി. പിന്നീട് ബാക്കി കാര്യം. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. ശരീരത്തിൽ നമുക്ക് പൗരത്വമുണ്ട്. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ്. അതിൽ നമുക്ക് അഭിമാനമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ. നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇന്ത്യൻ പാസ്പോർട്ടാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മൾ ഏത് രാജ്യത്ത് ചെന്ന് ഇമിഗ്രേഷൻ ചെന്നാലും അവരാദ്യമേ ആ ഇന്ത്യയുടെ സിമ്പിൾ കാണും. അത് കാണുമ്പോഴേ പറയും ഇവർ ഇന്ത്യക്കാരാണ്. നമ്മൾ ശരീരത്തിന് നമുക്ക് ഇന്ത്യയിൽ പൗരത്വമുണ്ട്. ആ പൗരത്വം തെളിയിക്കത്തക്കവണ്ണം ATM അല്ല ആധാർ കാർഡ് നമ്മുടെ കയ്യിലുണ്ട്. തീർന്നില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പ്രായപൂർത്തിയായെങ്കിൽ നമ്മുടെ പേരുണ്ട്. ഇതൊക്കെ റെക്കോർഡ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ട്. നമ്മൾ ഏത് മതത്തിൽ സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്നോ അവിടെ നമ്മുടെ പേരുണ്ട്. ഇന്ത്യൻ പൗരൻ. പക്ഷെങ്കിൽ ശരീരത്തിൽ നിന്നും ആത്മാവ് വേർപെട്ടാൽ പൗരത്വം തീർന്നു. 7 ദിവസത്തിനകം പഞ്ചായത്തിൽ നിന്ന് അറിയിക്കണം ആള് പോയി വെട്ടിക്കളയാൻ. ആദ്യമേ റേഷൻ കാർഡിൽ നിന്ന് വെട്ടും. ശരിയാണോ? ബാങ്കിൽ ചെന്നാൽ കാശ് കിട്ടുമോ? എൻ്റെ പേരിൽ അക്കൗണ്ട് കിടപ്പുണ്ട്, ഞാൻ മരിച്ചു, ഞാൻ ആരെയും നോമിനി വെച്ചില്ല, ആ കാശ് ബാങ്കുകാരൻ കൊണ്ടുപോകും. അതായത് കോടിക്കണക്കിന് രൂപ കിടപ്പുണ്ടെന്ന SBIയിലൊക്കെ ഉടമസ്ഥനില്ലാതെ. മരിച്ചു കഴിയുമ്പോൾ സകലതും നിശ്ചലം. എന്നെ കേൾക്കുന്ന സുഹൃത്തെ, 1.5 കോടി രൂപ വെച്ച് ചെലവഴിച്ച വീടും അതിസുന്ദരമായ വാഹനവും അളമാരിക്കകത്തിരിക്കുന്ന നിറഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളും ബാങ്കിൽ പല അക്കൗണ്ടിൽ കിടക്കുന്ന പണവും എല്ലാം ഈ ശ്വാസം അകത്തോട്ട് വലിക്കുന്നത് പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ, പുറത്തോട്ട് പോയിട്ട് അകത്തോട്ട് വലിക്കുന്നില്ലെങ്കിൽ തീർന്നു. സകലതും ആർക്കുമില്ല. അവകാശം എഴുതി വെച്ചോ ബുദ്ധിയുള്ളവർ. എഴുതി വെച്ചാൽ കിട്ടും, ഇല്ല അതുമില്ല. അതുമില്ല. അതാണ് ഈ ഭൂമിയിലെ പൗരത്വം. എന്നാൽ സ്വർഗത്തിലെ പൗരത്വം എന്താണെന്നറിയാവോ? അതേ ശരീരത്തിനല്ല, ഇതിനകത്തിരിക്കുന്ന ആത്മാവിന് ലഭിച്ച പൗരത്വമാ. ആ പൗരത്വം ഉണ്ടെങ്കിൽ അവിടെ പോകുവാൻ ഇതേ ശരീരം മാറ്റി വേറെ ഒരു ശരീരം ലഭിക്കും. വായിക്കാം, ഫിലിപ്പിയർ 3:21 വേഗം വായിക്കാം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. തന്റെ മഹത്വമുള്ള ശരീരത്തോടെ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കുവാൻ നിങ്ങളെ വന്ന് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മീയ ശരീരം, ഒരു തേജസ്സിന്റെ ശരീരം ലഭിക്കുന്നതായിരിക്കും. അതാണ് സുപ്രസാദകാലം. രോഗം വരാത്ത
ഭക്ഷണം ആവശ്യമില്ലാത്ത, യാത്രയ്ക്ക് ഒരു വാഹനവും വേണ്ടാത്ത. ഇന്ന് യാത്ര ഞാൻ രാവിലെ 10 മണിക്ക് ഇറങ്ങിയതാ, ഇവിടെ വന്നത് 4:30. ഒരു കുപ്പി വെള്ളം ഒന്നിച്ചു കുടിച്ചു തീർക്കും. സ്തോത്രം. യാത്രയ്ക്ക് ഒരു വാഹനവും വേണ്ടാത്ത. എവിടാ? ചെറിയ യാത്രയല്ല. ഈ ഇരിക്കുന്ന അമ്മാമേ ശരീരം വിട്ടു കഴിഞ്ഞാൽ കർത്താവിനോട് ആവാം 5 മിനിറ്റിന് ആര്യാട്ടും കാണും അമ്മാമ, 1 മിനിറ്റിന് യെരൂശലേമിലും കാണും. മാലാഖമാര് പറക്കുന്ന പോലെ പ്രൈസലോ ഇവിടെ പാടിയ ദൈവദാസനുണ്ടല്ലോ ഇവിടെ പാടുന്ന കാണാം, അടുത്ത സെക്കൻഡ് യെരൂശലേമിൽ പാടുന്ന കാണാം. ഇന്ന് കരങ്ങളെ കുറിച്ച് സ്തുതിച്ച് നിങ്ങളെ എല്ലാവരെയും ചേർത്തായി പറയുന്നത്. ക്ഷയം, പാട്ടം, മാലിന്യമില്ലാത്ത ഒരവകാശം ദൈവമക്കൾക്ക് കിട്ടും. ലോകത്തിലെ ഒരു രാഷ്ട്രവും തരാത്തത്, ഒരു മതവും തരാത്തത്, ഒരു കൂട്ടായ്മയും തരാത്തത് ഒരു ശരീരം, തേജസ്സിന്റെ ശരീരം. സന്തോഷമുള്ള ഒരു ദൈവത്തെ സ്തുതിച്ചേ. 50 വർഷം കഴിഞ്ഞല്ല ഈ തലമുറ ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ എവിടെ പ്രസംഗിക്കാൻ വിളിച്ചാലും, ഏത് രാജ്യത്ത് വിളിച്ചാലും കർത്താവ് എനിക്ക് വന്നിരിക്കുന്ന ദർശനപ്രകാരം ഞാൻ സ്റ്റേജിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അടുത്തിരിക്കുന്നവരെ നേരിട്ട് നോക്കും, നേരെ കാണാം. അകലെ ഇരിക്കുന്നവരെ റോഡിൽ ഇരിക്കുന്നവരെ കാണാം, എങ്കിലും ഈ ഫ്രണ്ട് ഇരിക്കുന്നത് നോക്കും. എല്ലാവരെയും ഞാനൊന്ന് നോക്കും. എന്തിനാണെന്നറിയാവോ? നിങ്ങളുടെയൊക്കെ ഇന്ന് പ്രായം കണക്ക് കൂട്ടാനാണ്. ഏത് അഡ്ജസ്റ്റ്മെന്റ് എവിടെ ചെയ്താലും ഒരു കുഴപ്പമില്ല. അല്പം സൈക്കോളജി, മനഃശാസ്ത്രവും ഈ കണ്ണിൻ്റെ അടിയും, തമ്പുരാൻ തന്ന പല്ല അവിടുന്ന് കിട്ടിയ പല്ലല്ല, തമ്പുരാൻ തന്ന പല്ലും കണ്ണിൻ്റെ അടിയും കവിളും ഉണ്ടെങ്കിൽ പ്രായം കണക്ക് കൂട്ടാം. എനിക്ക് നിങ്ങളുടെ എല്ലാം പ്രായം കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷം. ഇതിനകത്തിരിക്കുന്ന 98% പേർക്ക് പെട്ടി വേണ്ടാത്തവരാ. കാരണം ഈ തലമുറ കാണാൻ പോകുന്നത് കർത്താവായ യേശുവിന്റെ വരവാ. ഇത് തെളിയിക്കാൻ പോകുക. ഈ തലമുറ കാണാൻ പോകുന്നത് തേർഡ് വേൾഡ് വാർ അല്ല. ഈ തലമുറ കാണാൻ പോകുന്നത് അമേരിക്ക ആധിപത്യം എടുക്കുന്നതല്ല. ഈ തലമുറ കാണാൻ പോകുന്നത് ലോകത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ഈ തലമുറയിൽ സംഭവിക്കും. എന്താ നിങ്ങൾ തെളിവ് ചോദിച്ചേക്കാം, പറയാം, വായിക്കാം. ആ തെളിവിലേക്ക് ഞാൻ വേഗം വരികയാണ്. കർത്താവ് പറഞ്ഞ വേറെ ആരുമല്ല, യേശു തമ്പുരാൻ പറഞ്ഞ പ്രവചനത്തിന്റെ നിവൃത്തി. വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-ാം വാക്യം. ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. അപ്പോൾ നിഷ്പക്ഷമായിട്ട് എന്നെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സംഗതിയുടെ ഗൗരവം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 1-ാം വാക്യം ആദ്യം വായിക്കാം. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ശിഷ്യന്മാർ അവന് ദേവാലയത്തിന്റെ പണി കാണിക്കേണ്ടതിന് അവന്റെ അടുക്കൽ വന്നു. അടുത്ത വാക്യം. അവൻ അവരോട് എല്ലാം കാണുന്നില്ലയോ? ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. യേശു നമുക്കറിയാം, കഴുതപ്പുറത്ത് കയറി രാജാവാനത്തെ ഘോഷിച്ചുകൊണ്ട് യെരൂശലേം ദേവാലയത്തിൽ കയറി. ആ ആഴ്ചയിൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. കാൽക്കുലേഷൻ അനുസരിച്ച് ഞായറാഴ്ച പ്രവേശിച്ചു, വെള്ളിയാഴ്ച ക്രൂശിക്കപ്പെട്ടു. അപ്പോൾ ശിഷ്യന്മാർ കൂടെയുണ്ട്. ആ ദേവാലയം 46 വർഷം കൊണ്ട് ഹെരോദാവ് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഒത്താശയോടെ പണിത ദേവാലയമാണ്. അത് ഇപ്പോൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. ഒരു കല്ല് 10 ടണ്ണാണ്. 1 ടണ്ണെന്ന് പറയുന്നത് 1000 കിലോയാണ്. അപ്പോൾ ഓർത്തോണം ആ കല്ല് എന്നതാണ്. ആ കല്ല് അവർ കണ്ടുപിടിച്ചു. കിഴക്ക് വശത്തെ മുഴുവൻ സ്വർണ്ണ തകിടുകളാണ് അന്നത്തത്. സുന്ദരമായ ദേവാലയമാണ്. അപ്പൊ യഹൂദനെ, നാളെ ഞാൻ യഹൂദനെ കുറിച്ച് പറയും സമയം കിട്ടിയ. അതാ നമ്മുടെ കേന്ദ്ര ബിന്ദു നാളെ പറയാൻ പോകുന്നു. യഹൂദനെ അവൻ്റെ ഏറ്റവും, അവൻ്റെ ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, അപ്പനേക്കാൾ, അമ്മയേക്കാൾ അവൻ്റെ എരിവ് ആലയമാണ്. അതാ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. ഈ ശിഷ്യന്മാരുടെ യഹൂദന്മാര് കർത്താവിന് ഈ ദേവാലയം എല്ലാം കാണിച്ചു. കണ്ടോ ഗുരു, അവരോർത്ത കർത്താവ് പറയും ഗുഡെന്ന്. കർത്താവ് പറഞ്ഞ കേട്ടോ, ഇടിഞ്ഞു, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇടിഞ്ഞു പോകാതെ കല്ലുമ്മേ കല്ല് ഇവിടെ ശേഷിക്കുക. അതിന്റെ അർത്ഥം എന്നാ അറിയാവോ? കാലപ്പഴക്കം കൊണ്ടല്ലാതെ കല്ലുമ്മേ കല്ല് ശേഷിക്കാതെ തീരും. അതിന്റെ അർത്ഥം കാലപ്പഴക്കം കൊണ്ട് ഇടിയുന്നതല്ല, ഇടിഞ്ഞു പോകാതെ. ഇപ്പൊ ഈ മതില് ഇടിയണമെങ്കിൽ കാലപ്പഴക്കം കൊണ്ട് ഇടിയും, അല്ലാതെ ആരെങ്കിലും ഇടിച്ചാൽ ഇടിയും. അതുപോലെ ഇടിഞ്ഞു പോകാതെ കല്ലുമേ കല്ല് ശേഷിക്കത്തില്ല. ഇനി 3-ാം വാക്യം വായിക്കും. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞു. വൈകുന്നേരം കർത്താവ് ശിഷ്യന്മാരും മാത്രം ഒലിവുമലയിൽ. അടുത്ത വാക്യം. ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു.
അത് എപ്പോൾ സംഭവിക്കും എന്നും ആ. നിന്റെ വരവനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. കർത്താവ് അവര് ചോദിച്ചത് രണ്ട് കാര്യമാണ്. നിന്റെ വരവ്, കർത്താവ് പറഞ്ഞു ഞാൻ വന്ന് നിങ്ങളെ ചേർക്കും. അതാണ്. അപ്പൊ അവരുടെ ധാരണ അതോടുകൂടി ലോകം അവസാനിക്കും. പക്ഷെങ്കിൽ കർത്താവ് ഉത്തരം പറഞ്ഞത് ഞാൻ എപ്പോൾ വന്ന് എൻ്റെ സഭയെ ചേർക്കും, ഈ യുഗം എപ്പോൾ തീരും, ദേവാലയം എപ്പോൾ ഇടിഞ്ഞ് കല്ലുമേക്കല്ല് ശേഷിക്കാനില്ല, ഇത് പറഞ്ഞു. ഇനി ഞാൻ ഒറ്റ പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കുമ്പോൾ ദൈവമക്കൾക്ക് മനസ്സിലാകും ഈ തലമുറ കർത്താവിന്റെ വരവിന്റെ തലമുറയാണ്. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. വായിക്കാം. 32-ാം വാക്യം മുതലുള്ള കർത്താവിന്റെ 5 തിരുമൊഴി അഥവാ 5 പ്രവചനം. അത്തിയെ നോക്കി ഒരു ഉപമ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെയും സംഭവിക്കുവോളം. ആ വാക്യം ശ്രദ്ധിച്ചോണം. ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തു. ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയും. അടുത്ത വാക്യം കൂടെ വായിച്ചു. ആകാശവും ഭൂമി ഒഴിയും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ഇനി നമുക്ക് പറയാം എന്താണ് അത്തിയെ നോക്കിയോ രൂപമ പഠിപ്പി. തിരുവചനത്തിൽ യഹൂദനെ 3 മരങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. അത് 3 ക്യാരക്ടറാണ്. രാഷ്ട്രീയം അത്തി. ഓശയ്യ 9:10 വായിക്കും. ഓശയ്യ 9:10 രാഷ്ട്രീയം, അത് പൊളിറ്റിക്ക. ഓശയ്യ 9:10. അത്തിവൃക്ഷത്തിൽ മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രായേലിനെ കണ്ടെത്തി. അടുത്ത വാക്യം. അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ, അത്തിവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ നിങ്ങളുടെ രാഷ്ട്രീയം പിതാക്കന്മാരെ നിങ്ങൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സന്തതികളാ അല്ലേ? അപ്പോൾ അത്തി ഒന്ന് രാഷ്ട്രീയമായ അത്തി. ഇനി ആത്മീയമാണ് മുന്തിരി. അതാണ് യോഹന്നാൻ 15 കാണാം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും. ഇനിയും ബിസിനസ് സൗന്ദര്യം ഒലിവ്. ഓശയ്യ 14:16 കാണാം, നിന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെ. അതിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. ഈ ലോകത്തിലെ കണ്ടുപിടുത്തങ്ങൾ മുഴുവൻ അവനാ കണ്ടുപിടിച്ചത്. കുഴൽക്കിണർ മുതൽ ആറ്റം ബോംബ് വരെ അവന്റെ കയ്യാ. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലിരിക്കും. 3. അപ്പോൾ രാഷ്ട്രീയമായിട്ട് അത്തി, ആത്മീയമായിട്ട് മുന്തിരി, ബിസിനസ്സിലും സൗന്ദര്യത്തിലും ഒലിവ്. ഇനി കർത്താവ് അതിൽ ഇത് 3-ൽ അത്തിയെ ഇങ്ങോട്ട് എടുക്കുക. ഇനി ദൈവമക്കൾ ശ്രദ്ധിക്കുക. നല്ലൊരു അന്തരീക്ഷം, വാഹനത്തിന്റെ ബഹളങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ചാൽ കർത്താവിന്റെ വരവ് ഈ തലമുറയിലാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിപ്പീൻ. കർത്താവ് ഇത് പറയുമ്പോൾ അവർക്ക് രാജ്യമില്ല. അതിന് 600 വർഷം മുമ്പ് രാജ്യം പോയി. ബാബിലോണിൽ ചക്രവർത്തി അടിച്ചോണ്ട് പോയി. നമുക്കറിയാം ചരിത്രം. അതിനുശേഷം പലരവരെ ഭരിച്ചു. പേർഷ്യക്കാർ ഭരിച്ചു, പാർസികൾ ഭരിച്ചു, മേദ്യര് ഭരിച്ചു, അലക്സാണ്ടർ ഗ്രീക്ക് ഭരിച്ചു. കർത്താവിന്റെ കാലത്ത് റോമൻ ചക്രവർത്തിയുടെ കീഴിലാണ് ഇത് കിടക്കുന്നത്. പക്ഷേ ഇവർക്കുണ്ടല്ലോ, ഇവർക്ക് രാഷ്ട്രം വേണം ഇങ്ങനെ ഒരു ത്രില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാമല്ലേ, അവർ വന്ന് യേശുവിനെ പിടിച്ച് രാജാവാക്കാൻ നോക്കി. ഇവർക്ക് രാജ്യം പോയി, രാജ്യമില്ല. ശ്രദ്ധിച്ചോണേ, ആ പ്രവചനത്തിന്റെ ആ ശക്തി കേട്ടോണം. യെരുശലേം ദേവാലയം മാത്രം കയ്യിലുണ്ട്. ആഴ്ചയിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്തു. റോമൻ ഗവർണർ പീലാത്തോസ്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന ജോലി യഹൂദന്റെ നീക്കത്തെ നിരീക്ഷിക്കുക. ചക്രവർത്തിയുടെ ഓർഡറാ. ഇവർ വിപ്ലവക്കാരാ, ഏത് സമയത്തും വിപ്ലവം ഉണ്ടാക്കുന്നവരാ. ഇവരെ നിരീക്ഷിക്കുന്നതാണ് ഏറ്റവും വലിയ ജോലി ഗവർണറുടെ. യേശുവിന്റെ പ്രസംഗങ്ങളൊക്കെ നിരീക്ഷിക്കും. യേശു കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കാനാ പറഞ്ഞത്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കാൻ.
പക്ഷെങ്കിൽ നമുക്കറിയാം ആ ആഴ്ചയിൽ യേശുവിനെ മതനേതൃത്വം പിടിച്ചുകൊണ്ടത് പീലാത്തോസ് നമ്മൾ ഹാജരാക്കി. ഒരു വാക്ക് പീലാത്തോസ് പറഞ്ഞത് കാണാതെ എല്ലാവർക്കും അറിയാം. മത്തായിയുടെ സുവിശേഷമാണ്. ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് കൈ എഴുതിച്ച് പറഞ്ഞു, അവൻ്റെ ഈ നീതിമാന്റെ രക്തത്തിൽ അറിയാവുന്നവരെന്ന് പറയാമോ, എനിക്ക് പങ്കില്ല. താഴെ നിന്ന മതനേതൃത്വം പറഞ്ഞത് അതാണ് ഈ ശാപം ഏറ്റുമേടിക്കുക. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. ശാപം വിലയ്ക്ക് മേടിച്ച ജനമായ യഹൂദൻ ദൈവജനമാ, പക്ഷെ ശാപം മേടിച്ചു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേലും വരട്ടെ. ലോകം മുഴുവൻ ചെതറി. കേരളത്തിലെ കൊച്ചി വന്ന് താമസിച്ചു. കൊച്ചി മാത്രമല്ല, ഗുരുവായൂരിനടുത്തൊരു സ്ഥലമുണ്ട് മാള. മാള മലയാളം വാക്കല്ല, എബ്രായ വാക്ക, അഭയസ്ഥാനം എന്നാ. അതിനകത്തുനിന്നാ മലയാളത്തിൽ യെരുസലേമിൽ നിന്ന് പണം അയച്ചു കൊടുക്കുന്നത് ക്ലീൻ ചെയ്യാൻ. ലോകം മുഴുവൻ ചെതറി. പരിഷ്കാരത്തിന്റെ പട്ടുകുപ്പായം അണിഞ്ഞ യൂറോപ്പിൽ ഇവരെ കണി കാണുന്നത് ശാപമാണെന്ന. ശാപമേറ്റ ജനം ഐക്യമാൻ ഹിറ്റ്ലർ 8, 10, 15 ലക്ഷത്തെ കൊന്നൊടുക്കി. തീർന്നില്ല. ദൈവം ഓർത്തോണം, കർത്താവ് പറഞ്ഞത് തളർക്കുമെന്നത് പറയാനാ. കൊന്നൊടുക്കി. യൂറോപ്പിലെ ചരിത്രം പഠിച്ചാൽ, അവരുടെ ഹിസ്റ്ററി പഠിച്ചാൽ കാണാം. അവിടെ ഒരു ഗ്രാമത്തിൽ ഏതെങ്കിലും അന്നത്തെ ഏറ്റവും മാരകമായ രോഗ പ്ലൈഗ് വന്നാൽ ഡോക്ടറെ അല്ല അന്വേഷിക്കുന്നത്, ഇവിടെ യഹൂദനുണ്ടോ അവനെ കണ്ട് അടി കൊടുത്താൽ മതി, ശാപം മാറും. ശപിക്കപ്പെട്ടവരാ. ഇങ്ങനെ വന്നു. പക്ഷേ ദൈവം പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഇത് തളർക്കും. എന്തിനാ? എന്റെ കാന്തയെ ഞാൻ ചേർക്കുന്നതിന് മുൻപേ നിന്റെ വരവ് ഇത് തളർക്കാൻ തുടങ്ങി. അധികം നിങ്ങൾക്കറിയാൻ മേലാത്തൊരു ചരിത്രം ഞാനിവിടെ പറഞ്ഞുതരാം. 1897 യൂറോപ്പിൽ അവിടുത്തെ രാജ്യങ്ങളെല്ലാം കൂടെ ഒരു മിലിറ്ററി പരേഡ് നടത്തി. ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. യൂറോപ്യൻ രാജ്യങ്ങളിലെ മിലിറ്ററികളെല്ലാം കൂടെ ഫ്രാൻസിൽ കൂടി അതാത് രാജ്യത്തെ സൈനിക പ്രകടനം, ഒരു സൗഹൃദം. യൂറോപ്പിലെ രാജ്യങ്ങളിലെ മിലിറ്ററി എല്ലാം ചെല്ലുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യാൻ പത്രപ്രതിനിധികളും ചെല്ലുന്നു. ഒരു പത്രപ്രതിനിധി രാവിലെ നടക്കാനിറങ്ങി. അയാൾ കണ്ട കാഴ്ച, ഒരു മിലിറ്ററി ക്യാപ്റ്റനെ ഫ്രാൻസിലെ പൗരന്മാർ പച്ചക്കിട്ട് അടിക്കുന്നു. യൂണിഫോം ധരിച്ചൊരു ക്യാപ്റ്റനെ. ഈ പത്രപ്രതിനിധി ഓടിച്ചെന്നു പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഫ്രാൻസിലെ പൗരന്മാരെ നിങ്ങൾ അതിഥേയരല്ലേ? ഏതോ ഒരു രാജ്യത്തെ ക്യാപ്റ്റനിലെ സ്റ്റാർ ഉണ്ടല്ലോ യൂണിഫോമിൽ, ഇങ്ങനെ തല്ലാവോ? ഇതിന്റെ ബാക്കി എന്താവും? ഉടനെ അവർ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞറിയാവോ പത്രക്കാരനോട്, സാറേ ഒന്നും വരത്തില്ല, ഇവൻ യഹൂദനാ, ഇവനിട്ട് 4 അടി കിട്ടിയാൽ കൊടുത്താൽ മോക്ഷം കിട്ടും. ആ കേട്ട പത്രക്കാരന്റെ രക്തം തിളച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് തിയോഡർ ഹെർസൺ. ദൈവത്തിന്റെ വഴി കേട്ടുകൊള്ളുക. അദ്ദേഹം തിരിച്ച് ഹോട്ടൽ റൂമിൽ ചെന്നേച്ച് പറഞ്ഞു, എന്റെ പത്രപ്പണി ഞാൻ താത്തു വെക്കുന്നു. കർത്താവ് പറഞ്ഞ അത്തി തളർക്കും. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, ജൂയിഷ് സ്റ്റേറ്റ്, 16 പേജ്. ഒരത്ഭുതം. പ്ലെയിൻ കണ്ടുപിടിച്ചിട്ടില്ല 1797. 1903 റൈറ്റ് സഹോദരന്മാർ ചെറിയ പ്ലെയിൻ പറപ്പിച്ചത്. അതിന് 10 വർഷം മുമ്പേ ഇതുപോലത്തെ കപ്പലുകളില്ല, പാക്കപ്പലുകൾ അധികവും. ഇതുപോലെ ട്രെയിൻ ഇല്ല, ഇന്റർ സ്റ്റേറ്റ് യാത്രയില്ല, ഫ്ലൈറ്റ് ഇല്ല. തിയോഡർ ഹെർസൺ ചെറിയൊരു പുസ്തകം എഴുതി, ദ ജൂയിഷ് സ്റ്റേറ്റ്. അബ്രഹാമിനെ ദൈവം വിളിച്ചത് മുതൽ നെബൂഖദ്നേസർ ചക്രവർത്തി പിടിച്ചുകൊണ്ടുപോയ കാലം വരെയുള്ള യഹൂദന്റെ ചരിത്രം എഴുതി നമ്മളുടെ വിഗ്രഹാരാധനയും പാപപ്രവൃത്തിയും നമ്മുടെ രാജ്യം കൈവിട്ടുപോയി, നമുക്ക് ദൈവത്തോട് കേണപേക്ഷിക്കാം. യഹൂദനൊരു ഉണർവുണ്ടായി. ഇന്നും ആ മർമ്മമറിയത്തില്ല. ഈ പുസ്തകം ലോകത്തിലെവിടെല്ലാം യഹൂദനുണ്ടോ അവന്റെ എല്ലാം കയ്യിൽ കിട്ടി. എങ്ങനെ കിട്ടിയെന്ന് ഒരു മർമ്മമാ, ആർക്കും അറിയത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു, ഏലിയാവിന് കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം കൊച്ചിയിലും മാളയിലും ജപ്പാനിലും യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും ചെതറിക്കിടന്ന യഹൂദന്റെ കയ്യിൽ ഈ പുസ്തകം കിട്ടുന്നു. അവർക്കൊരു ഉണർവ്. അത്തി തളർക്കും. തമ്പുരാൻ പറഞ്ഞു, എന്റെ സഭയെ ഞാൻ ചേർക്കും മുന്നേ അത്തി തളർക്കും.
തമ്പുരാന്റെ വാക്ക. ഇവരൊന്നിച്ചുകൂടി 897 ലോകം ഭരിക്കുന്ന ബ്രിട്ടീഷുകാരാ, ഇന്ത്യ ഉൾപ്പെടെ. ഇവർ സ്വിറ്റ്സർലൻഡിൽ കൂടി അന്നാണ് ഈ സിയോനിൽ സമ്മേളനം ഉണ്ടാക്കി. ഇവരുടെ മാതൃരാജ്യമായ പലസ്തീൻ മുഴുവൻ ടർക്കിയുടെ കയ്യിലാ, ടർക്കിയിലെ സുൽത്താന്റെ കയ്യിലാ. ഇവരൊരു ഡെപ്യൂട്ടേഷൻ അയച്ചു ടർക്കിയിൽ സുൽത്താനെ കാണാൻ. യഹൂദന്മാരാണെന്ന് പറഞ്ഞപ്പം നിശ്ചിതമായ ജാതിയ കാണാൻ സുൽത്താൻ കൂട്ടാക്കിയില്ല. ദിവസങ്ങൾ അവരവിടെ താമസിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. ഒടുവിൽ ആരെയോ എല്ലാം ശുപാർശ ചെയ്ത് സുൽത്താൻ ഇന്റർവ്യൂവിന് അനുവദിച്ചു. ഇവർ വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, രാജാവിനോട് പറയുക, ടർക്കിയിലെ രാജാവേ, പലസ്തീൻ ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാട്, യഹോവയായ ദൈവം തന്നതാ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കയ്യിരിപ്പ് കൊണ്ടാണ് നഷ്ടപ്പെട്ടു പോയത്. ടർക്കിയുടെ കയ്യിലാണ്. ഞങ്ങളുടെ കുറ്റം തന്നെയാ. ഞങ്ങളുടെ പിതാക്കന്മാര് വചനപ്രകാരമല്ലാത്ത വിധത്തിൽ അന്യദൈവങ്ങളെ സേവിച്ച് പാപം ചെയ്ത് അന്യ സ്ത്രീകളെ വിവാഹം കഴിച്ച് ഞങ്ങളുടെ ക്ലാരിറ്റി കളഞ്ഞതുകൊണ്ട് ദൈവം ശിക്ഷിച്ചതാ. ഈ മശിഹായെ ക്രൂശിച്ച കഥയൊന്നും അവർക്കറിയാൻ മേല, പറഞ്ഞില്ല. അതവർക്കറിയാനും മേല. ഞങ്ങൾക്കതുകൊണ്ട് രാജ്യം വേണ്ട. യെരുശലേം ഞങ്ങളുടെ വിശുദ്ധ നഗരമാ. ഞാൻ നാളെ അതിനെക്കുറിച്ച് പറയും. ഞങ്ങൾക്ക് അതും വേണ്ട. പക്ഷെ ഞങ്ങൾക്കൊരു ഹംബിൾ റിക്വസ്റ്റ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ന്യായപ്രമാണ പുസ്തകങ്ങളും പ്രവചന പുസ്തകങ്ങളും വായിച്ച് തലയടിച്ചൊന്ന് കരയാൻ ഒരു 10-20 സെന്റ് സ്ഥലം തരണം ജെറുസലേമിൽ. തലയടിച്ച് കരയാനും മാത്രം ഒരു 10-20 സെന്റ് സ്ഥലം. സുൽത്താൻ പറഞ്ഞു തരാം, ഒറ്റ കണ്ടീഷൻ. ശ്രദ്ധിച്ച് കേട്ടോണം. ഇവരോർത്ത പണം കൊടുക്കാനാ. യഹൂദന്മാർ അന്നും ഇന്നും പണക്കാരാ. അയ്യോ, കണ്ടീഷൻ പറയാൻ പറഞ്ഞു. സുൽത്താൻ പറഞ്ഞ കേൾക്കണോ? നീല നദിയിലെ വെള്ളം ഒഴുകി യെരുശലേമിൽ വരുമ്പം തരാം എന്ന് പറഞ്ഞാൽ അറേബ്യൻ കടലിലെ വെള്ളം ഒഴുകി ആര്യനാട്ട് മലയാള മേളി വന്നാൽ ഞാൻ രക്ഷിക്കപ്പെടാൻ നിർത്തം പറഞ്ഞ് എങ്ങനെ ഇരിക്കും? അത് തന്നെ. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന നീലനദി അത് മെഡിറ്ററേനിയൻ കടലിൽ വന്ന് പതിക്കും. അവിടുന്ന് 3000 അടി പൊക്കമാണ് യെരുശലേം. 3000 അടി പൊക്കി കയറുമോ? അല്ലെ കൊച്ചി നഗരത്തിലെ വെള്ളം മലയാറ്റുമലയുടെ മേളിൽ കയറുമ്പം ഞാൻ സ്നാനപ്പെടാൻ നിർത്തം പറയുന്ന പോലെ കളിയാക്കി വിട്ടതാ. പക്ഷെ തമ്പുരാന്റെ ഡയറി കുറിച്ച് വെച്ച് സ്വർഗത്തിൽ ദൈവദാസന്മാരെ ദൈവമക്കളെ പരിഹസിക്കുന്നതും നിന്ദിക്കുന്നതും സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കും. അത് ഇപ്പോഴല്ല, സമയത്ത് വെളിപ്പെടുത്തും. കാലം മുന്നോട്ട് വന്നു. 1-ാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ബ്രിട്ടൻ മുമ്പിൽ, ജർമ്മനി എതിരെ. ബ്രിട്ടന്റെ സഖ്യകക്ഷി ടർക്കി. അപ്പോൾ ജർമ്മനിയെ തോപ്പിക്കാൻ ബ്രിട്ടൻ ചെയ്ത രഹസ്യ പരിപാടി വെടിക്കോപ്പുകൾ, ആംസ്, അല്ലെങ്കിൽ വെടിമരുന്ന് നാടൻ ഭാഷ ആംസ് എല്ലാം കൊണ്ട് ടർക്കി കൊണ്ടുവച്ചു. എന്തിനാ? അവിടുന്ന് യൂറോപ്പിലോട്ട് കൊടുക്കാൻ, ജർമ്മനിയെ പിടിപ്പിക്കാൻ. ടർക്കി ഇപ്പുറത്ത് വളരെ വേഗം വരാം, ജർമ്മനിയെ തോപ്പിക്കാൻ, ഫ്രാൻസിൽ കൂടെ കയറി വരാം. അതിന് കൊണ്ടുവച്ചു. ഇപ്പൊ കോട്ടയംകാരനായ ഞാൻ ആര്യനായിട്ട് വരാൻ എളുപ്പത്തിൽ വെമ്പായത്ത് വന്നാൽ ഇങ്ങോട്ട് കയറുമെന്ന് പറഞ്ഞതുപോലെ ഇതെല്ലാം കൊണ്ട് ടർക്കി വെച്ചു. ആയുധങ്ങളല്ല, അണുവായുധം കണ്ടുപിടിച്ചിട്ടില്ല. അന്നത്തെ രാസപദാർത്ഥങ്ങളെല്ലാം കൊണ്ടുവച്ചു. യുദ്ധമുറുകി. ബ്രിട്ടനേക്കാൾ ബുദ്ധിയുണ്ട് ജർമ്മനിക്ക്. ജർമ്മനി ഒരു പരിപാടി ചെയ്തു. ടർക്കിയിലെ സുൽത്താനെ സ്വാധീനിച്ചു. സുൽത്താൻ കക്ഷി മാറി. ബ്രിട്ടന്റെ കൂട്ടുപെട്ടു. ജർമ്മനിയുടെ കൂടെ കൂടി. ബ്രിട്ടന്റെ ഈ യുദ്ധായുധങ്ങൾ മുഴുവൻ എവിടെയാ? ടർക്കിയിലാ. പട്ടാള യൂറോപ്പിൽ വെടിവെക്കാൻ സാധനമില്ല. ഇംഗ്ലണ്ടിൽ അറിയിച്ചു. ജോർജ് 5-ാമൻ ചക്രവർത്തിക്ക് മനസ്സിലായി യുദ്ധം തോക്കാൻ പോവുക. ഇനിയും ഇംഗ്ലണ്ടിൽ നിന്ന് വല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, നടന്ന സംഭവമാ. ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലീഷ് ചാനൽ വഴി യുദ്ധായുധങ്ങൾ കൊണ്ടുപോയാൽ ആ കപ്പൽ മുക്കാൻ ജർമ്മനിയുടെ കപ്പൽ ഇംഗ്ലീഷ് ചാനൽ ബൈനോക്കുലറുമായി 24 മണിക്കൂറും റോന്തും ചുറ്റുന്നു. ബ്രിട്ടൻ തോക്കാൻ പോവുക. ജോർജ് 5-ാമൻ ചക്രവർത്തി മാഞ്ചസ്റ്റർ ലാബറട്ടറിയിലെ ഡയറക്ടറെ വിളിച്ചു. വൈസ്മാൻ, നമ്മുടെ രാജ്യം തകരാൻ പോവുക, ജർമ്മനി കൊണ്ടുപോകും. നമ്മുടെ ടർക്കി ഇങ്ങനെ മറുകണ്ഠം ചാടി. നമ്മുടെ രാസപദാർത്ഥങ്ങളെല്ലാം അവിടെ. നിന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാനൊക്കെ ചെയ്, ഇല്ല തീർന്നു. അദ്ദേഹം ലാബറട്ടറി ചെന്നു. ഒരു പരിശോധന നടത്തിയപ്പോൾ ഉണ്ടല്ലോ, അതിനേക്കാൾ നല്ലൊരു സാധനം കണ്ടുപിടിച്ചു. അതിനേക്കാൾ ശക്തിയുള്ള
യുദ്ധരാസവസ്തു കണ്ടുപിടിച്ചു. കേട്ടുകൊള്ളുക, സാധനം സ്ട്രോങ്, കയ്യിൽ ടർക്കി കൊണ്ടുവച്ചതിനേക്കാൾ 7 മടങ്ങ് നശീകരണ ശക്തിയുള്ളത്. പക്ഷേ ഇതെങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ കൊടുത്താക്കും? യൂറോപ്പിൽ ജർമ്മനിയുടെ കപ്പൽ ചുറ്റിലും കിടക്കുന്നു. ഈ വെയ്സ്മാൻ ആരാന്നറിയാമോ? യഹൂദനാ. അവൻ രാത്രി പ്രാർത്ഥിക്കാൻ കിടന്നപ്പോൾ തിരുവചനമെടുത്ത് തുറന്നു. അവർക്ക് പുതിയ നിയമമില്ല, ബൈബിൾ പഴയ നിയമമുണ്ട്. ദൈവമേ, ഉത്തരന്താ, ഞങ്ങളുടെ രാജ്യം നശിക്കുന്നു. ഈ വ്യക്തി ശാസ്ത്രജ്ഞൻ തുറന്ന് വായിച്ചു വന്നപ്പോൾ കണ്ട ഒരു വാക്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ ശാസ്ത്ര കണ്ണ് തെളിഞ്ഞു. യോബിന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ഹിമത്തിന്റെ ഭണ്ഡാരത്തോളം ചെന്നിട്ടുണ്ടോ? കന്മഴയുടെ ഗ്രഹം നീ കണ്ടിട്ടുണ്ടോ? അവയെ പോരും പടയുമുള്ള കാലത്തേക്ക് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സയൻസ് ഉണർന്നു. അദ്ദേഹം രാത്രിയിൽ ലാബറട്ടറി തുറന്നു, ഐസ് കട്ട ഉണ്ടാക്കി, സന്നദ്ധി വിജയിച്ചു. ചക്രവർത്തിയോട് പറഞ്ഞു 3 ദിവസം സാധനം എത്തിക്കാം. പരമരഹസ്യമായി ലൈറ്റുകൾ അടച്ച് ഇംഗ്ലണ്ടിലെ മുഴുവൻ ഐസ് ഫാക്ടറികളും 24 മണിക്കൂറും പ്രവർത്തിച്ച് ഐസ് കട്ടകൾ ഉണ്ടാക്കി. വെയ്റ്റ്സ്മാൻ കണ്ടുപിടിച്ച രാസവസ്തു പൊതിഞ്ഞ് ഇംഗ്ലീഷ് ചാനലിൽ കൂടെ മഞ്ഞുകട്ട വഴി പൊക്കി ഉരുട്ടിവിട്ടു. ഇംഗ്ലീഷ് ചാനലിൽ കൂടെ മഞ്ഞുകട്ട തെരുതരെ. മഞ്ഞുകട്ട പോകുമ്പോൾ ജർമ്മനിയുടെ പട്ടാളം കപ്പലെ നോക്കുക, ബൈനോക്കുലർ വെച്ച് ബ്രിട്ടൻ വല്ലതും കടത്തുന്നുണ്ടോ. അവന്റെ കപ്പലെ മുട്ടി പോയി മഞ്ഞുകട്ട. അവരോർത്തത് അന്റാർട്ടിക്കയിൽ നിന്ന് ഒഴുകി വന്നതാന്നാ. പക്ഷെ പോയ സാധനം എന്താണെന്നറിയാമോ? ഇവൻ നിർമ്മിച്ചതാ. അതിനാ ബൈബിള് പഠിപ്പിക്കുന്ന ദൈവമക്കളെ, ശത്രുവിന്റെ പാളയത്തിൽ ശ്രേഷ്ഠ ഭോജനം നൽകുന്ന ദൈവമാ നമ്മുടെ ദൈവം. അവന്റെ കപ്പലെ മുട്ടിപ്പോയി. അപ്പുറത്ത് അറിയിപ്പ് കൊടുത്തു, മഞ്ഞുകെട്ട എടുത്തുകൊള്ളാൻ. മഞ്ഞുകെട്ട എടുത്തു, പുതിയ വസ്തു അടിച്ച് തകർത്ത് യുദ്ധം ജയിച്ചു. യുദ്ധം അങ്ങോട്ട് ജയിച്ചു. ജർമ്മനി തോറ്റു. അടിയറവ് പറഞ്ഞു. ഉടനെയാണ് ചക്രവർത്തി ഈ വെയ്സ്മാനെ വിളിച്ചു, നിനക്കെന്നാ പ്രതിഫലം വേണം? അത് തരാം, നിനക്കെന്ത് വേണേലും തരാം. അദ്ദേഹം പറഞ്ഞു, ചക്രവർത്തിയോട്, ചക്രവർത്തി നോക്കിക്കോ, വചനം നിവർത്തിക്കാൻ പോവുക. എനിക്കൊന്നും വേണ്ട, പക്ഷേ ഞങ്ങളുടെ പിതാക്കന്മാരുടെ പട്ടണം ഞങ്ങൾക്ക് മേടിച്ചു തരണം, ജെറുസലേം. പണ്ടേ 10 സെന്റ് സ്ഥലം ചോദിച്ചതാ അല്ലേ? അന്നേരം എന്തോ പറഞ്ഞേ രാജാ? സുൽത്താൻ, നീലനദിയിലെ വെള്ളം ഒഴുകി മേളിക്കരണം, ആ പട്ടണം പിടിച്ചു തരണം. ബ്രിട്ടനെ ടർക്കി മറുകണ്ഠം ചാടിയ ചൊരുക്ക് വേറെ. ബ്രിട്ടന്റെ സർവ്വസൈന്യാധിപന്റെ പേരാ ജനറൽ അല്ലൻബി. ജർമ്മനിയെ തോപ്പിച്ച് മടങ്ങി വരുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് വയർലെസ് കൊടുത്തു, ഇങ്ങോട്ട് വരണ്ട, മിലിറ്ററിയുമായി ജെറുസലേമിലേക്ക് പോ. അവിടെ ചെന്ന് മാർച്ച് ചെയ്ത് ജെറുസലേം ടർക്കിയിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണം മുഴുവൻ യഹൂദന് കൂടെ. അങ്ങനെ പോയപ്പം പണ്ട് സുൽത്താൻ നിന്ദിച്ചത് തമ്പുരാൻ ഓർത്തു. എന്തുവാ? നീലനദിയിലെ വെള്ളം ഒഴുകി ജെറുസലേമിൽ ചെല്ലണം 3000 അടി. പട്ടാളത്തിന്റെ മൂവ്മെന്റ് സ്ലോ. അന്വേഷിച്ചപ്പം ക്യാപ്റ്റൻ മുതൽ സാധാരണക്കാരൻ വരെ ഡയറിയ, വയറ്റിളക്കം. ഇംഗ്ലണ്ടിൽ നിന്ന് ലാബറട്ടറി അയച്ചു. ലാബറട്ടറി ചെന്നു, അവർ പരിശോധിച്ചിട്ട് റിപ്പോർട്ട് കൊടുത്തു, ഇവർ പല വെള്ളം കുടിച്ചത് കൊണ്ടാണ് വയറ്റിളക്കം. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു നീല നദിയിലെ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ഇവർക്ക് കൊടുക്കാൻ. പട്ടാളത്തിന്റെ മുമ്പിൽ ശക്തിയുള്ള ജനറേറ്ററിൽ വലിയ ഹോസിട്ട് നീലനദിയിലെ വെള്ളം ശുദ്ധീകരിച്ച് മുൻപിൽ വെള്ളം, പുറകിൽ പട്ടാളം. ആദ്യമേ 3000 അടി പൊക്കത്തിൽ നീലനദിയിലെ വെള്ളം ജെറുസലേമിൽ വീണു. ടർക്കിയിലെ സുൽത്താൻ അവിടുന്ന് ഓടിപ്പോയി, ഒരു വെടി പോലും പൊട്ടിക്കാതെ ജെറുസലേം മേടിച്ചു കൊടുത്തു. പരിഹസിച്ചതിന്, നിന്ദിച്ചതിന് പരിഹാരമായി ദൈവത്താൽ സാധ്യമായത് യാതൊന്നുമില്ല. ദൈവദാസന്മാരെ, ദൈവമക്കളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്താൽ പ്രതികാരം നമ്മളല്ല, സ്വർഗം കണ്ടുകൊണ്ടിരിക്കും. ദൈവം അത് ചെയ്യും. 1-ാം ലോകമഹായുദ്ധം, കർത്താവ് പറഞ്ഞ പ്രവചനത്തിലേക്ക് ഞാൻ വരിക. ഇസ്രായേലിന് തലസ്ഥാനം കിട്ടി. അടുത്തതാണ് 1945 ഓഗസ്റ്റിൽ 6-ാം തീയതി അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിച്ചു. ജപ്പാൻ കീഴടങ്ങി. ജർമ്മനി, റഷ്യൻ പട്ടാളം
പാഞ്ഞു കയറി വന്നു. അന്നത്തെ ജർമ്മൻ ചാൻസലറാണ് ഏറ്റവും ഭയങ്കരനായ ഹിറ്റ്ലർ. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. റഷ്യൻ പട്ടാളത്തിന്റെ പിടിയിൽ പോകാതിരിക്കാൻ താൻ അന്ന് വൈകുന്നേരമാണ് താൻ തൻ്റെ സ്നേഹിച്ച സ്ത്രീയെ വിവാഹം കഴിച്ചത്. അന്ന് രാത്രിയിൽ ഇരുവരും ആത്മഹത്യ ചെയ്തു. അങ്ങനെ ജർമ്മനിയും തകർന്നു, ജപ്പാനും തകർന്നു, രണ്ടാം ലോകമഹായുദ്ധം തീർന്നു. 1945 കർത്താവിൻ്റെ വചനം യുണൈറ്റഡ് നേഷൻസ് കൂടി ചെതറിക്കിടന്ന പലസ്തീൻ അതിന് മുമ്പ് ഒരു ബാൽഫോർ വിപ്ലവത്തിൽ കൂടി വിലയ്ക്ക് മേടിക്കാൻ യഹൂദന്മാർക്ക് അനുവാദം കൊടുത്തു. നാരങ്ങ മാത്രം വളർന്നു വന്ന സ്ഥലം അവർ മേടിച്ച് അവിടെ ഇവിടെ ഇട്ടു, മറ്റു സ്ഥലങ്ങളോടെ കൂട്ടിച്ചേർത്തു. നിങ്ങൾ ശ്രദ്ധിച്ചേ, 1948 മെയ് 14 ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടായി. 2000 വർഷം മുമ്പ് കർത്താവ് പറഞ്ഞു, എൻ്റെ കാന്തയെ ഞാൻ എപ്പോൾ ചേർക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം ഒന്ന് അത്തിയെ നോക്കി. ഇനിയൊന്ന് വായിക്കാം, മത്തായി 24:32. മത്തായി 24:32. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി, അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ നടക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ ലോകത്തിന് വേനൽ. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന യുദ്ധം എന്താ? പശ്ചിമേഷ്യ, പലസ്തീൻ, ഇസ്രായേൽ പോരാട്ടം. ഹമാസ്, പലസ്തീൻ, ഗസ ഇസ്രായേലിന്റെ അല്ല, അത് ഈജിപ്തിന്റെ സന്തതി പരമ്പര. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി നാളെ നമുക്ക് എടുക്കാം. ഇസ്രായേൽ അല്ലതെ പലസ്തീനികളുടെയാ ഈ പോരാട്ടം. അത്തിയെ നോക്കി അത്തി തളിർക്കും. ഒന്നുകൂടെ വായിച്ചേ മത്തായി. ആ വാക്യം 5 പ്രവചനമാ. വായിച്ചാട്ടെ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയെ നോക്കി നിങ്ങൾ ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി, ഇളതായി. എപ്പോൾ? 1948. ഇനി ഇല തളിർത്തു. എന്താണ്? അവരെ ലോകത്തിൽ ഏറ്റവും മുമ്പിൽ വന്നു. അവരെക്കാൾ 9 മാസം മുമ്പ് നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ചവരാ. പക്ഷേ അവർ നമ്മളെക്കാൾ 10 മടങ്ങ് മുമ്പിലാ. അവരോടാണ് നമ്മൾ മിസൈൽ മേടിക്കുന്നത്. അവരുടെ കയ്യിലാണ് കണ്ടുപിടുത്തങ്ങളെല്ലാം. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിക്ക് ഇസ്രായേൽ കൊടുത്ത സമ്മാനമാണ് ഏതാണെന്നറിയാവോ? ലേസർ വാൾ. അതായി തീവ്രവാദികൾ ഇപ്പൊ കയറാത്തത്. ലേസർ നിരത്തിരിക്കുക, ലേസർ ബീം എന്ന് പറയും. അവരെ ലോകത്തിൽ മുമ്പിൽ അതാ ഇല തളർത്തു. കമ്പ്യൂട്ടർ സയൻസ്, AI. ഈ യുദ്ധം നിങ്ങൾ കണ്ടില്ലേ? ഒറ്റ പട്ടാളക്കാരൻ മരിച്ചില്ല. കാരണം അവരുടെ ഒരു ഉപകരണത്തിലും പട്ടാളമില്ല, മനുഷ്യനില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. ഇല തളർത്തു, ലോകത്തിന് വേനൽ. അടുത്ത വാക്യം വായിച്ചു. വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത വാക്യം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ, നിങ്ങൾ എന്റെ പ്രഭാഷണം കേൾക്കുന്നവർ ഇസ്രായേലാകതി അത്തി തളർത്തിരിക്കുന്നതും അത് നിമിത്തം ലോകത്തിന് പശ്ചിമേഷ്യ യുദ്ധപ്രശ്നം ഉണ്ടായതും അവൻ ഡെവലപ്പ് ചെയ്തതും കാണുമ്പോൾ അടുത്ത വാക്യം. അവൻ അടുക്കൽ വാതിക്കൽ. അതാണ് നമ്മുടെ വിഷയം. ആരാണ് അവൻ? പറഞ്ഞു വിചാരിക്കും കർത്താവാന്നല്ല. കർത്താവാണ് പറയും ഞാൻ വാതിക്കൽ. അവൻ ആര്? എതിർ ക്രിസ്തു ലോകഭരണത്തിന്റെ വാതിക്കൽ. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇസ്രായേലാകെ അത്തി തളർക്കുകയും അത് നിമിത്തം ലോകത്തിൽ പശ്ചിമേഷ്യ കലാപം വരികയും ഇസ്രായേൽ തളർത്ത് ലോകത്തിന്റെ മുമ്പിൽ വരികയും ചെയ്യുമ്പോൾ എതിർ ക്രിസ്തു ലോകഭരണം പിടിച്ചില്ല, വാതിക്കൽ. അതാണ് കഴിഞ്ഞ ആഴ്ച കേട്ടത്. ഏകലോകഭരണം, വൺ വേൾഡ് റൂളർ ഭരിക്കട്ടെ. 2009 തുടങ്ങിയ പരിപാടിയായത്. ഒരു ന്യൂ വേൾഡ് ഓർഡർ. എല്ലാ രാജ്യങ്ങൾക്കും പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും ഇരിക്കട്ടെ. അപ്പോൾ തന്നെ നിഷ്പക്ഷതയായ ബുദ്ധിയുള്ള കഴിവുള്ള ഒരു കോമൺ വേൾഡ് റൂളറെ കണ്ടുപിടിക്കാം. അടുത്ത വാക്യം വായിച്ചേ. അടുത്തത്. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ തെളിയിക്കാനാ. എന്താണ് ഇതിന്റെ കാരണം? പ്രവചനങ്ങൾ വേദപുസ്തകത്തിൽ 2 വിധത്തിലുണ്ട്. ഒന്ന് ഉടൻ പ്രവർത്തിക്കും. അത് എന്നാൽ മേജർ പ്രവചനം 2 പ്രാവശ്യമായി. യോനയുടെ പ്രവചനം മൈനർ പ്രവചനമാ, ഉടൻ നിവർത്തിച്ചു. എന്നാൽ യെശയ്യാ പ്രവചനം മേജർ പ്രവചനമാ. യേശുവിന്റെ ജനനം, യേശുവിന്റെ കാൽവരിയാകം, രണ്ടും പ്രവചനത്തിലില്ലേ? നിവർത്തിച്ചില്ലേ?
കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, നിവർത്തിച്ചു. നമ്മൾ കർത്തൃമേശയിൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം, നിവർത്തിച്ചു. എന്നാൽ ചെന്നായി കുഞ്ഞാടിനോടുകൂടെ കിടക്കും. പാല് കുടിക്കുന്ന കുഞ്ഞ് സർപ്പത്തിന്റെ പോതിങ്കൽ കൈയിടും. നടന്നിട്ടുണ്ടോ? ഇല്ല. അത് നടക്കുന്ന എപ്പോഴാ? കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയിൽ. അത് മേജർ പ്രവചനമാണ്. കന്യക മറിയാമിനോട് ഗബ്രിയേൽ മാർഗാക 7 പ്രവചനം പറഞ്ഞു, 4 നിവർത്തിച്ചിട്ടുള്ളൂ. നീ ഗർഭിണിയാകും, ഒരു മകനെ പ്രസവിക്കും, യേശു എന്ന് പേരിടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, നിവർത്തിച്ചു. ഇനിയും പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, നിവർത്തിച്ചിട്ടില്ല. ഇതുപോലെ കർത്താവ് ഈ പറഞ്ഞ പ്രവചനത്തിന്റെ ഒരു ഭാഗം നിവർത്തിച്ചു. ഇത് സംഭവിക്കുവോളൂ ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. 1-ാം ഭാഗം കേട്ടുകൊള്ളുക. AD 30 ഏപ്രിൽ മാസത്തിലാണ് കർത്താവ് ഈ തിരുമൊഴി പറഞ്ഞത്. കർത്താവിനെ ക്രൂശിച്ചത് AD 30 ഏപ്രിലാണ്. അന്നാണ് ഇത് പറഞ്ഞത്. അന്ന് കർത്താവിന്റെ പ്രസംഗം കേട്ട വ്യക്തികൾക്ക്, കേട്ടുകൊള്ളുക, ഒരു കുട്ടിക്ക് 1 വയസ്സുണ്ടെങ്കിൽ ആ കുട്ടിയെ മരിക്കുന്നതിന് മുൻപ് കൃത്യം 40 വർഷം കഴിഞ്ഞപ്പോൾ, അഥവാ കർത്താവിന്റെ പ്രസംഗം കേട്ട ഒരു യുവാവിന് 30 വയസ്സുണ്ടെങ്കിൽ ആ യുവാവിന് 70 വയസ്സായി. 40 വർഷം കഴിഞ്ഞപ്പോൾ ആ യുവാവ് മരിക്കുന്നതിന് മുൻപേ കർത്താവിന്റെ പ്രസംഗം കേട്ട ഒരു കുഞ്ഞിന് 1 വയസ്സുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 40 വയസ്സായപ്പോൾ 1-ാം ഭാഗം നിറവേറി. എന്താ? കല്ലിന്മേ കല്ല് ശേഷിക്കാതെ ദേവാലയം തകർന്നു. AD 70 റോമൻ സേനാനായകനായ ടൈറ്റസ് II വന്നു. അദ്ദേഹം കേട്ടത് യെരുസലേം ദേവാലയത്തിന്റെ അടിയിൽ മുഴുവൻ സ്വർണം നിരത്തിയിരിക്കുക, കട്ടികൾ. ചക്രവർത്തി പറഞ്ഞ് എടുത്തുകൊണ്ട് വരാൻ ഒരു നിവൃത്തിയിൽ ഇടിച്ചു പൊളിച്ചിട്ട് കിട്ടുന്നില്ല. ഒരു കല്ല് 10 ടണ്ണ. ചക്രവർത്തി ഓർഡർ ഇട്ടു. ടൈറ്റസ് II എന്ന് പറയുന്നത് സേനാനായകൻ പറഞ്ഞു, അത് അടിയിൽ നിന്ന് സ്വർണം എടുക്കാതെ ഇങ്ങോട്ട് വരണ്ട. അദ്ദേഹം ആലോചിച്ചിട്ട് ഒരു രക്ഷയില്ല. ഇന്നത്തെ പോലെ ഇലക്ട്രോണിക് സിസ്റ്റം ഇല്ല, ഓട്ടോമൊബൈൽ സിസ്റ്റം ഒന്നുമില്ല. ഒടുവിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി തെളിഞ്ഞത് ഈ വചനം നിവർത്തിക്കാനാ. ആഫ്രിക്കയിൽ നിന്ന് ആനകളെ കൊണ്ടുവന്നു. ആനകൾക്ക് പ്രത്യേക കലപ്പയുണ്ടാക്കി. ആനകളെ കൊണ്ട് ഈ ദേവാലയം ഉഴുതു മറിച്ചു. ഒരു കഷ്ണം സ്വർണം കിട്ടിയില്ല. പക്ഷെ കല്ലുമേ കല്ല് ശേഷിക്കാതെ തകർന്നു. നോക്കിക്കേ, ഇതൊക്കെ സംഭവിക്കുവോളും ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. കർത്താവിന്റെ പ്രഭാഷണത്തിന്റെ 1-ാം ഭാഗം യെരുസലേം നഗരം അല്ല, യെരുസലേം ദേവാലയം. കർത്താവിന്റെ പ്രസംഗം കേട്ട വ്യക്തികൾ മരണം വഴിയായി മാറുന്നതിന് മുൻപേ തകർന്നു. 2-ാം ഭാഗം 1948 അത്തി തളിർത്തു. അന്നൊരു അമ്മച്ചി പ്രസവിച്ചാൽ ആ കുട്ടിക്ക് ഇന്ന് എത്ര വയസ്സുണ്ടെന്നറിയാമോ? 76 വയസ്സ് കഴിഞ്ഞ് 77 നിൽക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 77 വയസ്സുള്ളവരും അതിൽ കുറവുള്ളവരും അത്തി തളിർത്തത് കണ്ട തലമുറയാണ്. 77 വയസ്സും അതിൽ കുറവും ഉള്ള ലോകത്തിൽ ജീവിക്കുന്നവർ അത്തി തളിർത്തത് കണ്ട തലമുറയാണ്. കേട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ 77 വയസ്സും അതിൽ കുറവുള്ളവരുടെ കരങ്ങളെ ഉയർത്തിക്കേ, ധൈര്യത്തോടെ ഉയർത്ത്, പേടിക്കേണ്ട. 77 അതിൽ കുറവുള്ളവരെ ഒന്ന് കര ഉയർത്തിക്കോ. ഈ കര ഉയർത്തിയോടൊരു കാര്യം സദ്വർത്തമാനം പറയാം. 77 വയസ്സും അതിൽ കുറവുള്ളവർ കര ഉയർത്തിക്കേ. ഈ ഉയർത്തിയ കരങ്ങൾക്ക് 77 കുറവാണെങ്കിൽ സ്വാഭാവിക മരണം ആർക്കും സംഭവിക്കാം. പക്ഷേ നിങ്ങൾ വിശുദ്ധിയിലും വിശ്വസ്തയിലും ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണമല്ല, നിങ്ങൾക്ക് പെട്ടിയല്ല. നിങ്ങളുടെ തലമുറയിൽ കർത്താവ് വരും. ആകാശവും ഭൂമിയും മാറിപ്പോകും, ഈ വചനമോ മാറത്തില്ല. ഈ വചനം മാറത്തില്ല. നിങ്ങളോട് സംസാരിക്കുന്ന തോമസ് മാമന് 86 വയസ്സുണ്ട്. എനിക്കൊരു വാഗ്ദത്തമുണ്ട്, മകനെ, നിനക്ക് 86 ആണെങ്കിൽ നീ പുൽപ്പറ്റിൽ നിൽക്കുമ്പോൾ നീ 46. ആ ബലത്തിൽ ഞാൻ നിൽക്കുന്നു ഈ തലമുറയിൽ. അതുകൊണ്ട് വിവാഹം വേണ്ടെന്നല്ല, ജോലി ചെയ്യേണ്ടെന്നല്ല, വീട് നിർമ്മിക്കേണ്ടെന്നല്ല, പഠിക്കേണ്ടെന്നല്ല, എല്ലാം ചെയ്യേണ്ടതുപോലെ ചെയ്തു. ഏത് സമയത്തും എൻ്റെ രക്ഷകൻ ആകാശമേഘങ്ങളിൽ വരും.
രണ്ടാക്ഷൻ, ഒന്ന് സ്വർഗത്തിൽ നിന്നും മറ്റത് യഹൂദനിൽ നിന്നും. അതോടെ ഈ ലോകം തീരാൻ പോവുകയാണ്. അത് രണ്ടും നമ്മൾ നാളെ ചിന്തിക്കും. ഗൗരവമായ കാര്യമാണ്, വളരെ ഗൗരവമാണ്. ഇത് സുപ്രസാദ കാലമാണ്, ഒടുവിലത്തെ സമയമാണ്, ഒടുവിലത്തെ സമയമാണ്. ചില ജീവിതങ്ങൾ കൂടി ഈ ആര്യനാട്ടിൽ നിന്നും സ്വർഗത്തിൽ വരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു. അതിനെ രാജു പാസ്റ്ററെ കൊണ്ട് ഈ കൺവെൻഷൻ നടത്തിക്കുന്നത്. ചിലർ കൂടി യഥാസ്ഥാനപ്പെടാനുണ്ട്, ചിലർ കൂടി വിശുദ്ധി പ്രാപിക്കാനുണ്ട്. ഹല്ലേലൂയ. പൂർണ്ണ വിശുദ്ധരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ, പൂർണ്ണ വിശുദ്ധരെ മാത്രം സ്വർഗം കൊണ്ടുപോകത്തുള്ളൂ. നമ്മൾ നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് നാളെ ചിന്തിക്കണം. ഇസ്രായേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ 10 കാര്യങ്ങളുടെ ഇസ്രായേലിനെ നിവർത്തിക്കാൻ പോവുക. ക്രൈസ്തലോ, നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ 1-2 കാര്യങ്ങൾ തെളിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ലാസ്റ്റ് ടൈമാണ്, തീരാൻ പോകുന്നു. ലോകത്തിന്റെ ഗതി കണ്ടോ, എക്കണോമി തകരുന്ന കണ്ടോ. എന്താ, ഒരുവന്റെ കയ്യിൽ എക്കണോമി കിട്ടും, ഒറ്റ മതം വരും. സർവമത സമ്മേളനം ഈജിപ്തിൽ ഇവിടെ ലിറ്റലിൽ കഴിഞ്ഞ മാസത്തിൽ സർവമത സമ്മേളനം നടന്നറിയാമോ? ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയുടെ നേതാക്കന്മാരാണ് നടത്തിയത് സർവമത സമ്മേളനം. ഏകലോക എക്കണോമി, ഡിജിറ്റൽ വേൾഡ്, കറൻസി രഹിത ലോകം വരാൻ പോവുക. നമ്മളൊക്കെ അതിൻ്റെ 1-ാം ക്ലാസ്സിലാണ്. അതാണ് നമ്മുടെ ഇരിക്കുന്ന കാർഡ്, ATM കാർഡ്. കറൻസിക്ക് പകരം നമ്മുടെ കാർഡില്ലേ, അതെല്ലാം മാറാൻ പോവുക. കറൻസി കയ്യിൽ വരാൻ പോവുക. എന്തിനാ? ഒരുവൻ സകലത്തെ നിയന്ത്രിക്കാൻ പോകുന്നു. എന്നാൽ അതിനു മുമ്പേ വിശുദ്ധിയെ തികച്ചവരും സ്വർഗത്തിൽ പൗരത്വമുള്ളവരുമായ ദൈവമക്കൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നു. നമുക്കൊരുങ്ങാം. നാളെ തുടർന്ന് ചിന്തിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. Praise the Lord, praise the Lord, praise the Lord. Hallelujah. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെ. ഹല്ലേലൂയ.